മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒട്ടേറെ സിനിമകൾ നൽകിയിട്ടുള്ള വളരെ പ്രതിഭാധനനായ ഒരു സംവിധായകനാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മളുടെ അതിഥിയായി എത്തുന്നത്. നമുക്ക് സ്വീകരിക്കാം പ്രിയ സംവിധായകൻ കമൽ. വെൽക്കം സർ ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംവിധായകനാണ് ശ്രീ കമൽ. നമ്മൾ നിരവധി തവണ അല്ലേ സിനിമയെക്കുറിച്ച് നിരവധി തവണ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള സിനിമകളിൽ ആദ്യത്തെ 5 സിനിമകളിൽ 2 സിനിമകൾ കമൽ സാറിൻ്റെയാണ്. ഒന്ന് പെരുവണ്ണ അവർ 2 പ്രാദേശിക വാർത്ത അതെ, അടുത്തടുത്ത സിനിമകളാണ്. മാത്രമല്ല അത് എപ്പോഴും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ. അതല്ല കേട്ടോ, മെച്ചപ്പെട്ട സിനിമകൾ എന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആവർത്തിച്ച് കാണുന്ന പല സിനിമകളിൽ 2 സിനിമകൾ. അത് അത്ഭുതകരമായിട്ടുള്ളത് രഞ്ജിത്താണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, രണ്ടും രഞ്ജിത്ത് എന്നുള്ളതാണ് അല്ലേ. രണ്ടും രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റുകളാണ്. രഞ്ജിത്തിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്. പെരുവണ്ണാവൂർ ആദ്യത്തെ സ്ക്രിപ്റ്റാണ് അല്ലേ. ഇത് തുടങ്ങിയത് അതിലാണ്. അത് പക്ഷേ ഓർക്കാപ്പുറത്ത് കഥയാണല്ലേ. ഷിബു ചക്രവർത്തിയാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് പെരുവണ്ണാവരത്തിന്റെ കഥ എൻ്റെ ആയിരുന്നു. പെരുവണ്ണാവരത്തിന്റെ കഥ കമൽ സാറിൻ്റെ ആണ്. എൻ്റെ തിരക്കഥയാണ് എഴുതിയാണ് വരുന്നത് അല്ലേ രഞ്ജിത്ത് വരുന്നത്. സാധാരണ ഇതിലൊരു സംവിധായകന് ഒരു ശൈലി ഉണ്ടാവും. ഇതങ്ങനെയല്ല, പല സിനിമകളും പല രീതിയിലാണ് ട്രീറ്റ് ഈ ചെയ്യുന്നത്. മലയാളത്തിൽ വളരെ വ്യത്യസ്തനാണ്. ഞാനിങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ. ശരിയാ, സ്മൃതിയുടെ ഒബ്സർവേഷൻ ശരിയാ. കാരണം വെച്ചാൽ നോക്കുമ്പോഴത്തേക്കേ ഇപ്പം എന്താ പറയുക, പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ, പ്രാദേശിക വാർത്തകൾ, അഴകിയ രാവണനൊക്കെ മലയാളത്തിലെ ഏറ്റവും രസകരമായ സിനിമകളിൽ അല്ലേ. പിന്നെ അയാൾ കഥ എഴുതുകയാണ്, ആ ജോണറിൽ കുറേ സിനിമകളുണ്ട്. അതേസമയം നമ്മൾ, നിറം എന്നൊക്കെ പറയുന്ന ഈ ഒരു യുവജനങ്ങളുടെ സിനിമകളുണ്ട്. അതേസമയം ഉള്ളടക്കം, ഉണ്ണികളെ ഒരു കഥ പറയാം, അത്തരം ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സിനിമകളുണ്ട്. മേഘമൽഹാർ ഒക്കെ പോലുള്ള വേറൊരു തരം സിനിമ. ഇതിൽ കമൽ സാറിന്റെ ഒരു ടാക്ടിക്സ് ഉണ്ട്. ഉണ്ണി സാർ അത് ശ്രദ്ധിച്ചിരുന്നോ? അതായത് കമൽ സാറും ബോധപൂർവ്വം എടുക്കുന്ന ഒരു ടാക്ടിക്സ് ഉള്ളതുപോലെയാണ് ഈ ഒരു കുറച്ച് സിനിമകൾ നമ്മളൊന്ന് എണ്ണം പറഞ്ഞ കുറച്ച് സിനിമകൾ, സാർ പറഞ്ഞ സിനിമയല്ലാതെ വേറെ കുറച്ചും കൂടി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു കളറോ ആ ജോണറോ ഒട്ടും റിഫ്ലക്ട് ചെയ്യാത്തതായിരിക്കും അടുത്ത പടം. സംശയം ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കും. ഓരോ സിനിമ അത് ഒരു സ്വയം ബോധപൂർവം ചെയ്യുന്നതാണ്. അതെ കുറെ ഇപ്പൊ പെരുവണ്ണാവരും പ്രാദേശിക അടുത്തടുത്ത് ഒറ്റ വർഷത്തിന് വന്ന് അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ ഒരു കുറച്ച് കമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓഫ് ബീറ്റ് സിനിമ ചെയ്യും. അത് എനിക്ക് മടുക്കും പെട്ടെന്ന്. അത് സത്യമായിട്ട് ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു നിറം ഭയങ്കര ഹിറ്റായ ഒരു പടമാണ്, നന്നായിട്ട് ഓടിയ പടമാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. അപ്പോൾ ഞാൻ പോയി മധുരമമ്പര കാറ്റ് ചെയ്തു. അത് ഓടിയില്ല. അപ്പോൾ വീണ്ടും പോയിട്ട് നമ്മൾ ചെയ്തു. ഇങ്ങനെയൊക്കെ ഇപ്പത്തെ ഏറ്റവും ഒടുവിലത്തെ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും പറയാം അത് വയറലായി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു ടൈറ്റിൽ തന്നെ കൊടുത്തു. അത് ബോധപൂർവ്വം തന്നെ ചെയ്താണല്ലേ ഇപ്പത്തെ കാലത്തിന് അനുസരിച്ച്. അത് മാത്രമല്ല സബ്ജക്റ്റിനും ക്യാരക്ടറിനും പറ്റുന്ന ഒരു പേരെന്നുള്ള രീതിയിലാണ്. അതും ഒരു വിവാദമായില്ലേ. കുറച്ച് സ്ത്രീപക്ഷമാണോ പുരുഷപക്ഷമാണോ, പുരുഷന്മാര് കുറച്ച് പ്രശ്നമായിട്ട് അത് സ്വാഭാവികമായിട്ടും വരുമല്ലോ. കാരണം സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുമ്പോഴേ അവർ എതിർക്കും. ഏറ്റവും മികച്ച ആക്ടേഴ്സിനോടൊപ്പം തുടർച്ചയായി വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള സംവിധായകനുമാണ്. ഒരു ആക്ടറോടല്ല, മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ടേഴ്സിനോടൊപ്പം, അതിപ്പം നടന്മാരായാലും നടിമാരായാലും അല്ല, ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള ആക്ടേഴ്സ് ആരൊക്കെയാണ്? ഒരുപാട് പേരുണ്ട്. എനിക്കങ്ങനെ കംഫർട്ടബിൾ അല്ലാണ്ട് തോന്നിയ ആൾക്കാർ വളരെ കുറവുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരും ഹീറോസ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ തിലകൻ ചേട്ടൻ, നെടുമുടി വേണു, ശങ്കരാടി ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കുതിരവട്ടം പപ്പു, ആ ഒരു ശ്രേണിയില്ല. അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് അതിൻ്റെ അകത്ത്. കാരണം ചില വരസലും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പടം തീരുമ്പോൾ തീരാറുണ്ട് സാധാരണ നിലയ്ക്ക്. അതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ കുതിരവട്ടം പപ്പുവായിട്ടും ശങ്കരാടിയുമായിട്ടും ഒക്കെ തന്നെയും അല്ലേ നമ്മുടെ ഒരു പ്രതാപകാലം അവസാനിച്ചോ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ? അല്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. നെടുമുടി നമ്മളെ ഈ അടുത്ത കാലത്ത് മാത്രം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയവർ എത്ര പേരാണ്? നെടുമുടിയില്ല, APSC ലളിതയില്ല, ഇന്നസെന്റ് ഇല്ല, മാമുക്കോയില്ല. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ പപ്പു ചേട്ടനും അതുപോലെ ശങ്കരാടിയും ഒടുവിലും ഒക്കെ പോയി. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു പെരുവണ്ണാവരത്ത് എടുക്കാൻ പറ്റില്ലല്ലോ. പുതിയ ജനറേഷൻ എടുക്കേണ്ടി വരും. അല്ല, ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ തുടങ്ങിയ കാലത്ത് ഇപ്പം ഞാൻ സേതുമാൻ സാറിനെയും ഭരതേട്ടൻ്റെയും PN എൻ്റെ കൂടെ ഒക്കെ തുടങ്ങിയാണ്. അപ്പം അന്ന് ബാലൻകെ നായർ, അച്ഛൻ കുഞ്ഞ് തുടങ്ങിയിട്ടുള്ള ആക്ടേഴ്സ്, ഇപ്പോൾ നസീർ സാറ് തുടങ്ങിയിട്ടുള്ള ആ കാലത്ത് തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. ആ കാലത്തുണ്ടായിരുന്ന ആൾക്കാരാണ് ശങ്കരാടി ചേട്ടനൊക്കെ. നമ്മളെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്.
മധുസാറിൻ്റെ ഒക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേ ശങ്കരാടിച്ചേട്ടൻ എപ്പോഴും ഉണ്ടാവും, എല്ലാ സിനിമയിലും ഉണ്ടാവും. ആ ഏത് ഡയറക്ടറാണെങ്കിലും ശങ്കരാടിച്ചേട്ടൻ ഉണ്ടാവും. ശങ്കരാടിച്ചേട്ടൻ ആദ്യം വന്നു കഴിഞ്ഞാൽ ക്യാരക്ടറൊന്നും ചോദിക്കില്ല, എനിക്ക് വിഗ് ഉണ്ടോയെന്ന് ചോദിക്കാം. വിഗ് ഉണ്ടോയെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ സിനിമയിൽ നിന്ന് ചേട്ടാ വിഗ് ഇല്ല ചേട്ടാ, വിഗ് തരില്ല ചേട്ടാ എന്ന് പറഞ്ഞു. എന്നോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിഗ് വേണം, അത് പുള്ളിയുടെ ഒരു ഇതാണ്, പുള്ളി കംഫർട്ടബിൾ ആവും. ദേഷ്യം എന്ന് വെച്ചാൽ പാണ്ഡ്യൻ എന്ന് പറഞ്ഞ മേക്കപ്പ് മേലാണ് മിക്കവാറും കൂടുതൽ പടങ്ങളൊക്കെ ആദ്യമായത്. പാണ്ഡ്യനോട് പറയും കമലിൻ്റെ ഒരു പ്രശ്നം വിഗ് സമ്മതിക്കില്ല. സത്യൻ്റെ പടത്തിന് വന്നു കഴിഞ്ഞാൽ വിഗ് ഉണ്ടാവും. അപ്പോൾ അതൊരു സമാധാനമാണ്. അതല്ലാതെ ശങ്കരാടിച്ചേട്ടനൊക്കെ പോലുള്ള ആൾക്കാർ, പപ്പുവേട്ടനൊക്കെ, അവർ പുറത്തൊക്കെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത് ഞങ്ങളോടൊക്കെ അന്ന് തൊട്ട് തുടങ്ങിയൊരു ബന്ധമായിരിക്കും, അത് തുടർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മധുസാർ പുലിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർച്ചന ടീച്ചർ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ വർക്ക് ചെയ്യാം. PN മേനോനാണ് അതിൽ സാറാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ സത്യനത് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ രാവിലെ സ്റ്റുഡിയോയിൽ കുളിക്കും. ഉമാ സ്റ്റുഡിയോ പഴയ ഏഷ്യാനെറ്റ്. അതെ, ഏഷ്യാനെറ്റിൻ്റെ. അപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 9-9:30 മണിയാകുമ്പോഴേ സാർ വരുള്ളൂ, മധുസാർ വരുള്ളൂ. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന തലേ ദിവസം വല്ല അതിനെക്കുറിച്ച് കഥയുണ്ട്. ഈ മധുസാറിന്റെ എടുത്ത സിനിമയാണ് ഉദയം പടിഞ്ഞാറ് എന്നുള്ളത്. അതെ, അത് മധുസാർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 9:30 മണി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഉദയം പടിഞ്ഞാറ് ടൈറ്റിൽ ഇട്ടതെന്നൊരു കഥയുണ്ട്. അതെ. അല്ല, സാറിൻ്റെ ഒരു രീതി അതാണ്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് സാറ് സ്ക്രിപ്റ്റ് അത് കോറ കാസ് എന്ന് പറഞ്ഞ ഹിന്ദി പടത്തിൻ്റെ റീമേക്ക് ആയിരുന്നു ഈ അർച്ചൻ ടീച്ചറിന്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ സാറിൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് സാറ് മലയാളത്തിലേക്ക് നമ്മളോട് പറഞ്ഞു തരിക. സാർ ഇതിൻ്റെ ഇടയിൽ മേക്കപ്പ് ചെയ്യും, ഇതിൻ്റെ ഇടയ്ക്ക് പത്രം വായിക്കും, നമ്മളെടുത്ത് ഡയലോഗ് പറഞ്ഞു തരും, അല്ലെങ്കിൽ സീൻ പറഞ്ഞു തരുമ്പോൾ നമ്മൾ എഴുതിയെടുക്കണം. സാറിൻ്റെ സ്വഭാവം വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യില്ല. അതൊരു വലിയ ഇതല്ല. അപ്പം ഞാൻ ചിലതൊക്കെ എൻ്റെ സ്വന്തമായിട്ട് എഴുതി ചേർക്കും. ഓർമ്മയുണ്ടാവും, മൂപ്പർക്ക് ഓർമ്മയുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഏകദേശം മാച്ചാവുന്ന രീതിയിൽ. എന്നിട്ട് പിന്നെ PN മേനോൻ ഡയറക്ടർ മേനോൻ്റെ അടുത്താണ്. മേനസാറിന് പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതായിരുന്നു രീതി. അപ്പോൾ ഇങ്ങനെ പുലിമാരി ആൾക്കുള്ള ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ അന്ന് മമ്മൂട്ടി മോഹൻലാലൊക്കെ സ്വാഭാവികമായിട്ടും ജൂനിയറാണ്. ഞങ്ങളുടെയൊക്കെ ഏകദേശം സമപ്രായക്കാരും ഒക്കെ ആണല്ലോ. മമ്മൂട്ടിയേക്കാൾ മൂത്താണല്ലോ അല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വരെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ ന്യൂ ജനറേഷൻകാർ പറയുന്നില്ല, അവരുടെ കൂടെ ഒരേ പ്രായത്തിലുള്ളവർ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ മാതിരി തന്നെയായിരുന്നു മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അങ്ങനെ ആ ഒരു ജനറേഷൻ മുഴുവൻ നമ്മൾ പടം ചെയ്യുമ്പോണ്ടായിരുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫിൽമോഗ്രഫിയിൽ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ, സുജയം പറഞ്ഞ പോലെ, ഈ മാറ്റം മറിച്ചിലുകൾ വല്ലാത്ത രീതിയിലുള്ള ഒരു ചലഞ്ചസ് അല്ലേ ഒരു പുതിയ പടം വരുമ്പോൾ. ഇപ്പോൾ ഞാൻ എപ്പോഴും കമലിനോട് പറയുന്ന ഒരു കാര്യമാണ് മധുരം നൊമ്പരക്കാറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം കാറ്റ് എന്ന് പറയുന്നത് സിനിമയിലൊരു കഥാപാത്രമായത് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ ഒരു പുതിയ കാറ്റ് ഭയങ്കര ഭീകരമായിരുന്നു എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഒരു കഥയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ച് എന്താ? ഇപ്പോൾ അവസാന പടം വലിയ രീതിയിൽ ക്ലിക്കായില്ലെങ്കിലും നമ്മുടെ കടലിൻ്റെ അടിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള വലിയ ചലഞ്ചസ് ഏറ്റെടുത്തല്ലോ. പ്രണയമീനുകൾ ഇത് അണ്ടർ വാട്ടറിൽ ഷൂട്ട് ചെയ്തത് ലക്ഷദ്വീപായിരുന്നു ഫുള്ളായിട്ട്. അല്ല, ഞാൻ പുതിയ ജോണർ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ അതേപോലത്തെ റിപ്പീറ്റ് ചെയ്യരുതെന്നുള്ളൊരു ആഗ്രഹമാണ്. അത് നല്ലതാണോ ചീത്തോ എന്നുള്ളതല്ല നോക്കുക. അത് നല്ലതാണ്. കാരണം വെച്ചാൽ ഉണ്ണിയുടെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടർന്നൊരു സിനിമയില്ല, ആ രീതിയിലൊരു സിനിമയില്ല കമലിൻ്റെ അല്ലേ. ആ രീതിയിൽ ഒരു ബിബ്ലിക്കൻ ഒരു ഇത് പിടിച്ചിട്ട്. പക്ഷെ നർമ്മത്തിൽ പക്ഷേ അത് തുടർച്ചയായിട്ട് അത് കുറേ വന്നു ഒരു അല്ല. പക്ഷെ അത് നല്ലതാണ്. നർമ്മത്തിൻ്റെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എത്രയോ. അപ്പോൾ അയാൾ കഥ എഴുതുകയാണ്, നല്ല സിനിമയായിരിക്കുമ്പോഴും അതിൻ്റെ ഒരു ധാര വളരെ നല്ല മനോഹരമായ നർമ്മമാണ്. അഴകിയ രാവണൻ, പെരുവണ്ണാപുരം തൊട്ട് പിന്നെ ഒരു പാവം രാജകുമാരൻ, അത് ഞാൻ പറയാം. 89 പെരുവണ്ണാപുരം, അന്ന് അത് തന്നെ പ്രാദേശിക വാർത്ത. പാവം, തൂവൽ സ്പർശം, ശുഭയാത്ര, പൂക്കാലം വരവായി, പിന്നീട് വിഷ്ണുലോകം ഉള്ളടക്കമൊക്കെ വേറിട്ട ഒരു സിനിമയാണെങ്കിൽ തന്നെയും പിന്നീട് പിന്നെ മഴയത്തും മുമ്പേ, അഴകിയ രാവണൻ, കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് ഒക്കെ ഒരു ഹ്യൂമർ ടച്ചുള്ള. പക്ഷേ ഈ നർമ്മത്തിൽ തന്നെ ഇപ്പോൾ കാലത്തിനനുസരിച്ച് നർമ്മത്തിലും മാറ്റം വന്നല്ലോ. ഇപ്പോൾ അയാൾ കഥ എഴുതുകയാണെങ്കിൽ നർമ്മം, ഇപ്പോൾ നർമ്മം എന്ന രീതിയിൽ ഞാനൊന്നും ആസ്വദിക്കില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനോട് എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് ആ ഒരു മാറ്റം താങ്കളിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് ശരിയായിരുന്നില്ല എന്നിപ്പോഴും തോന്നലും. അല്ല, ഞാൻ പറയാറുണ്ട് അതിനകത്ത്. പ്രത്യേകിച്ചും എനിക്കറിയാം എന്തുകൊണ്ടാണ് സ്മൃതി ചോദിച്ചത്. കാരണം ഒരു സ്ത്രീ വിരുദ്ധമായിട്ട് തോന്നാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ സാഗർ കോട്ടപ്പുറം എന്ന് പറയുന്ന ക്യാരക്ടറിനെ
അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇയാൾ സ്ത്രീവിരുദ്ധനായിട്ടുള്ള ഒരാളാണ്. കാരണം അങ്ങനത്തെ നോവലുകൾ എഴുതുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ ഗസറ്റഡ് യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നോവൽ എഴുതുന്നത് സ്ത്രീനെ ഏറ്റവും കൂടുതൽ മോശമായിട്ട്. അയാൾ ആ രൂപത്തിൽ കാണാം, പക്ഷേ അതൊരു മാതൃകയാക്കി അതിങ്ങനെ ആസ്വദിച്ച് തന്നെ പറയുന്ന ഒരു ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അത് ഏത് രൂപത്തിൽ അത് കൺസീവ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അല്ല, ഞാൻ അതിനെ എതിർത്തിട്ടാണ് എപ്പോഴും സംസാരിക്കാറ്. കാരണം അങ്ങനെ ഒരു സിനിമ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ സ്ത്രീവിരുദ്ധമായ സിനിമയോ അല്ലെങ്കിൽ ഈ സവർണ തമ്പുരാന്മാരുടെ സിനിമ അധികം ചെയ്തിട്ടില്ല. അതിപ്പോൾ ഭാഗ്യമായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ത്രീവിരുദ്ധമായൊരു സിനിമ ഇത് തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അത്. പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടറും നമ്മൾ പറയില്ല, സാഗർ കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരാൾ തന്നെ പുരുഷൻ ഇതുള്ള ഒരാളാണ്, ഒരു മെയിൽ ഡോമിനിസ്റ്റിക് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അയാളുടെ ഒരു ഇത് വെച്ചിട്ടാണ് ആ സിനിമ നമ്മൾ ഡിഫൈൻ ചെയ്തത്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ശ്രീനിവാസനാണ്, കഥ സിദ്ദീഖിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നതാണ്. ശരിക്കും ആണെങ്കിൽ എന്താ പറയുക, നമ്മളായിട്ട് അങ്ങനെ ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നൊരു സിനിമയല്ല, അയാൾ കഥ എഴുതുകയാണ്. മാത്രമല്ല, പക്ഷേ അയാൾ കഥ എഴുതുകയാണെന്നുള്ളതിനകത്ത് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന സമയത്ത് മോഹൻലാൽ വേറൊരു ഇമേജിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ്. അത് രസകരമായിട്ട് അല്ല, അതിനകത്ത് വളരെ കൃത്യമായി ഈ പറയുന്ന മഞ്ഞപ്പത്രത്തിന്റെ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ചും ആ ഇൻഡസ്ട്രി എഴുതുന്ന ആളുകളുടെ വ്യക്തി ദോഷങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ആ കഥാപാത്രത്തിന് ആ പറയുന്ന റോൾ കൊടുക്കുന്നത്. അതെ, അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ആദ്യം മത്തിക്കച്ചവടമായിരുന്നു, അത് കഴിഞ്ഞ ശേഷം റബ്ബർ സാഹിത്യത്തിലേക്ക് ഇറങ്ങുന്നത്. നമുക്ക് സിനിമയെ സംഗീതം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവരോ. അതായത് അങ്ങയുടെ സിനിമകളിലൊക്കെ ഈ സംഗീതത്തിന് നല്ല പാട്ടുകളുള്ള സിനിമയാണ്. അപ്പൊ നമുക്കൊരു പാട്ടുകാരനെ കൂടെ വിളിച്ചാലോ? തീർച്ചയായിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് ഷോയിലേക്ക് കുറച്ച് സംഗീത സാന്ദ്രമാക്കാം നമുക്ക് ഇനിയുള്ള സംഭാഷണം. നമുക്കിപ്പം ഗായകനും സംഗീത സംവിധായകനുമായ സുദീപ് പാലനാട് കൂടി ചേരുകയാണ്. സുദീപിന്റെ ഒരു സംഗീത പാരമ്പര്യം, അതേക്കുറിച്ചൊക്കെ പ്രേക്ഷകരോട് നമുക്ക് സംവദിക്കാനുണ്ട്. കമൽ സാറിനൊപ്പം സുദീപ് കൂടി ജോയിൻ ചെയ്യുന്നു. വെൽക്കം സുദീപ്. സുദീപ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടുകാരനാണ്. സുദീപ് രണ്ട് തലമുറകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നമസ്കാരം. രണ്ടുപേരും. സുദീപ് എന്റെ സ്ഥലം മലപ്പുറമാണ്. ഞാൻ പെരിന്തൽമണ്ണയാണ്. കമൽ സാറിന്റെ തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ. പെരിന്തൽമണ്ണയായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. എന്താണ് ഗസൽ ഷൂട്ട് ചെയ്തത് അവിടെയാണ്. ആണല്ലേ? ഗസൽ ആക്ച്വലി ഞങ്ങളുടെ വീടിന് തൊട്ട് മുമ്പിലുള്ള പാടത്താണ് ഷൂട്ട് ചെയ്തത്. ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന നല്ലൊരു സിനിമ. അത് കാണാൻ പോയിരുന്നോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗസലിന്റെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ കപ്പയൊക്കെ ഉള്ള ഒരു വലിയ പാടം. അതെ 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 അതെ. പക്ഷെ കമൽ സാറ് പിന്നെ ഷൂട്ടിംഗ് സമയത്ത് പുപ്പുലിയാണെന്നാണ് സംവിധായകരായിട്ടുള്ള ഇപ്പോഴത്തെ സംവിധായകർ ഒരുപാട് പേര് പറയാറുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വിളിക്കുന്നതാണ് പറയുന്നത്. അതെ അതെ. ലാൽ ജോസ് ഒരു ഷൂട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അല്ല, അത് അങ്ങനെയൊന്നും ഓർക്കാൻ പറ്റില്ല. ഈ ചമ്പക്കുളം തച്ചൻ്റെ ഷൂട്ടേ വള്ളാത്തുരുത്തിയിൽ നടന്നല്ലോ. അപ്പോൾ ഞാനവിടെ ഒരു സാഹചര്യപരമായിട്ട് എന്തോ ഒരു ആവശ്യത്തിന് അവിടെ വന്നു. അപ്പോൾ ഒരു ഉച്ചനേരം കണ്ട് വളരെ പെട്ടെന്നൊരു ഷോട്ട് എടുത്ത് നിങ്ങൾ പോകുന്നുണ്ടായിരുന്നു. മുരളിയും ശ്രീനിവാസനും വിനീതും ഒരു വള്ളത്തിലിങ്ങനെ പോകുന്നു. ആ പോകുന്ന സമയത്ത് ആ ഷോട്ട്സ് എടുത്തിട്ട് പെട്ടെന്ന് സാറൊക്കെ പോകുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷേ നമ്മളെടുത്തപ്പോഴത്തേക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു കയറി പോകുന്നതാണ്. അങ്ങനെയാണ് ഞാൻ വളരെ ദൂരത്ത് നിന്ന് കാണുന്നത്. ഞാൻ ആദ്യമായി കണ്ട ഷൂട്ടും ഗസലാണ്. ഗസൽ പറയുമ്പോൾ ഒരു തമാശയുണ്ട്. ഈ ബാബരി മസ്ജിദ് പള്ളി പൊളിച്ച സമയത്താണ് ഈ ഗസൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു പള്ളി സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടർ ഇരിക്കുന്ന ഒരു പള്ളി ഉണ്ടല്ലോ, അത് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ സെറ്റ് ഇട്ടത്. കൃഷ്ണമൂർത്തി ആയിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് പള്ളി പൊളിക്കണമല്ലോ. പൊളിക്കുന്ന സമയത്താണ് ഈ ബാബരി പള്ളി പൊളിച്ച പ്രശ്നങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറം അല്ലേ അത്. പള്ളി കൃഷ്ണമൂർത്തി അന്ന് ഈ മറ്റേ കാവ്യൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഇതായിട്ട് കണ്ടിട്ടുണ്ടാവില്ല ആർട്ട് ഡയറക്ടർ. പുള്ളി അങ്ങനത്തെ ഒരു വേഷത്തില്ല, സന്യാസി ലൈനിലാണ് പുള്ളി നടക്കുന്നത്. പുള്ളി വന്നിട്ട് കുറെ പണിക്കാരൊക്കെ ഇട്ടത് പൊളിക്കാൻ പറഞ്ഞപ്പോൾ ലോക്കലായിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് വിചാരിച്ച് സെറ്റാണെന്നൊക്കെ അവർ മറന്നുപോയി. അവർ ഭയങ്കര ഇമോഷണലായി. തടഞ്ഞു വെച്ചിട്ട് വലിയ പ്രശ്നമായി. കാരണം വെച്ചാൽ പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം മറ്റേ പള്ളിയുടെ ഒരു ഇഷ്യൂ നിൽക്കണോണ്ടേ. അപ്പോൾ അവസാനം ഞങ്ങൾ വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് ആൾ ഓടി വന്നു. ഇങ്ങനെ വന്നിട്ട് ഒരു പ്രശ്നം, ഞാനും ടി റസാഖാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് ഈ ആൾക്കാരെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട ഒരു കാര്യം, ഇത് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ആമി എന്നുള്ള സിനിമയുടെ ഘട്ടത്തിലും കമൽ സാർ ഒരു വിവാദ കഥാപാത്രമായി മാറിയിട്ടുണ്ട്. കമൽ സാറിന്റെ ഒറിജിനൽ പേര് കമാലുദ്ദീൻ ആണെന്നൊക്കെ ഒരു അന്ന് ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ ആന്തമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ് അന്ന് തീരുമാനം എടുക്കുമ്പോൾ അല്ലേ? അങ്ങനെ അന്ന് എന്താ പറയുക, സിനിമാ തിയേറ്ററിൻ്റെ അകത്ത് നാഷണൽ ആന്തം സമയത്ത് എഴുന്നേറ്റിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ബെഹ്റായിരുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജിൽ
പോലീസ് വരുമ്പോഴും സ്വാഭാവികമായിട്ട് അതിൻ്റെ അധികൃതരോടൊന്നും ചോദിക്കാനുള്ള മര്യാദയുണ്ട്, പ്രിൻസിപ്പളോടൊക്കെ ചോദിക്കാനുള്ള. അപ്പം ഞാനൊക്കെ പുറത്ത് നിൽക്കണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോഴേ, പറയാമായിരുന്നു പോലീസിനെന്ന് പറഞ്ഞു. അതോടെ ഉടനെ വലിയ പ്രശ്നമായി. ഉടനെ ചാനലുകാരൊക്കെ വന്ന് നമ്മളടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ ദേശീയ ഗാനത്തിന് എതിരാണെന്നുള്ള രീതിയിൽ ഇവർ വരുത്തി തീർത്തു. ഞാൻ അതല്ല പറഞ്ഞു, അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ശരിയല്ല നമ്മളോടൊക്കെ ചോദിക്കാണ്ട്. അത് പിന്നെ ഉടനെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിയൊക്കെ ഏറ്റുപിടിച്ച് വേക്കബാലനായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഇവർ പിറ്റേത് എൻ്റെ വീട്ടിൽ കൊടുങ്ങല്ലൂർ വീടിൻ്റെ മുമ്പിൽ ദേശീയ ഗാനം ആലപിക്കാനായിട്ട് കംപ്ലീറ്റ് BJP-ക്കാർ വന്നിട്ട് അവിടെ വന്നിട്ട്. ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി വരുമ്പോൾ എല്ലാവരും ഒരു പ്രശ്നത്തിൽപ്പെടുന്നുണ്ട് അല്ലേ? രഞ്ജിത്ത് ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിലായി അവാർഡ് വിവാദത്തിലും. അല്ല, നമ്മളത് എന്താ പറയുക വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ചലച്ചിത്ര അക്കാദമി എപ്പോഴും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇടമാണ്. കാരണം ഒന്നാമത് ഈ അവാർഡ് കൊടുക്കുന്നു, പിന്നെ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും സിനിമ ചെയ്യുന്നത് എന്താ പറയുക, അവരുടെ സിനിമ അവാർഡ് കിട്ടണം, അവരുടെ സിനിമയ്ക്ക് എൻട്രി കിട്ടണം, ഫെസ്റ്റിവലിന് എൻട്രി കിട്ടണം എന്നല്ലേ. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ അക്കാഡമി മനഃപൂർവ്വം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ചില ഇതുകൾ പരിഗണന കാണിച്ചിട്ടാണെന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. ഇപ്പം ഞാൻ സുദീപിൻ്റെ കാര്യം പറയുന്നത്, ഇപ്പം കരിയല്ലേ വർക്ക് ചെയ്ത്, കരിയുടെ സമയത്താണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. കരി ഞാനന്ന് നാഷണൽ അവാർഡ് ജൂറിയിലുണ്ട്. ജൂറിയിൽ ഉള്ള സമയത്താണ് ഈ കരി ഞങ്ങൾ സെലക്ട് ചെയ്ത പടമാണ് കാണുന്നത്. അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കണ്ടിട്ടില്ല, എനിക്കതിൻ്റെ ഡയറക്ടർ അറിയില്ല, ആരും അറിയില്ല. അങ്ങനെ സംഗീതം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ വന്നു, IFFK കാണിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഓരോ സിനിമകൾ വരുന്നത്. എത്ര പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെന്നറിയാം. കാരണം ഇതൊക്കെ മറന്നുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇഷ്യൂ ആയിട്ട് അവിടെ കൊണ്ടുവരുന്നത്. അതാണ് വലിയ പ്രശ്നങ്ങൾ. തമ്പുരാൻ സിനിമകൾ എടുത്തില്ല എന്നുള്ളൊരു ഭാഗ്യമായി. അതെ അതൊരു ഭാഗ്യമായി. അല്ല, ഞാൻ രഞ്ജിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ. പക്ഷെ അത് ഞാൻ അന്നല്ല, അതാണ് ഞാൻ പറയുന്നത്. ഞാനും റസാഖൊക്കെ ഈ തമ്പുരാൻ സിനിമകളൊക്കെ എടുക്കുമ്പോൾ രഞ്ജിനെ കുറ്റം പറയുമായിരുന്നു, നീ എന്ത് കാണിക്കണം. അപ്പം നമ്മളിതിനെക്കുറിച്ചൊരു എന്താ പറയുക, ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അതിൻ്റെ ഒരു ലോങ് ടേം ഇഫക്റ്റ് ഒക്കെ നമ്മൾ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അന്ന് അതൊന്നും എനിക്ക് രഞ്ജിനെ അത്ര അടുത്തറിയുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് ഇത്രയും വിമർശനം കേൾക്കുന്നുണ്ടല്ലോ, ഇവനതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ അകത്ത്. കാരണം വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഹീറോനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക എന്നതിനപ്പുറത്ത് അതിൻ്റെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് ചിന്താഗതി ഒന്നും രഞ്ജിത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ ആസ്പെക്ട് മാത്രമാണ് ആ ബോക്സ് ഓഫീസ് ഫോർമുലയ്ക്ക് പറ്റുന്ന രീതിയിൽ അന്നൊരു ക്യാരക്ടർ ഉണ്ടാക്കുകയും അതിനെ പ്രസന്റ് ചെയ്യുക ചെയ്തത്. പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലോങ് ടേം ഇഫക്റ്റിനെ കുറിച്ചുകൂടി ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ബ്രൂഅപ്പ് ചെയ്ത് വരുന്ന ഒരു രാഷ്ട്രീയ സാഹിത്യത്തെ കുറിച്ച് ബോധ്യപ്പെടേണ്ട ഒരാളാണ് കലാകാരൻ. അതൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. അത് ഞങ്ങൾ സൂചിപ്പിക്കുമായിരുന്നു. പ്രത്യേകിച്ച് റസാഖ് നല്ല ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല വാലിബനോടൊക്കെ അതിൻ്റെ പ്രൊഡ്യൂസർ പറയുന്നത് ഇത്തരം ചിത്രങ്ങൾ മാത്രമേ മോഹൻലാലിൻ്റെ ആരാധകർ സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരതുമായിട്ട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കുന്നു. ആ നിലയിലുള്ള ഒരു ആരാധക വൃന്ദം പിന്നാലെ കൂടുന്നു. പിന്നീട് മോഹൻലാലിൻ്റെ ഒരു പരീക്ഷണ ചിത്രം വരുമ്പോൾ അത് ഔട്ട്റൈറ്റായിട്ട് റിജക്റ്റ് ചെയ്യുന്നു. മമ്മൂട്ടിക്ക് ആ പ്രശ്നമില്ല എന്ന് ആര് പറയുന്നു? അതിൻ്റെ ഒരു വാലിബൻ്റെ പ്രൊഡ്യൂസർ പറയാമല്ലോ. അല്ല, അതിനൊരു കാര്യം സത്യമാണ്. കാരണം വെച്ചാൽ ലാലിനെ കാണുന്ന ഒരു മാസ് ഹീറോ ആയിട്ടാണ്. മമ്മൂട്ടി മാസ് സിനിമകൾ ചെയ്യുമ്പോൾ പോലും മമ്മൂട്ടിനെ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് പണ്ട് മുതലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ മാസ് ഹീറോ ആകുമ്പോൾ ഈ ഫാൻസുകാരെ സംബന്ധിച്ചോളം, ഇപ്പോൾ പ്രത്യേകിച്ച് ആ സിനിമയുടെ തുടക്കത്തിലേക്ക് അവർ പറഞ്ഞിട്ടില്ല, മറ്റുള്ള ആൾക്കാരും ഫാൻസുകാരും പറഞ്ഞുണ്ടാക്കിയതാണ് ഒരു മാസ് സിനിമയാണ്, ഒരു ഗംഭീര മോഹൻലാലിൻ്റെ ഒരു ആ രീതിയിലുള്ള സിനിമയാണ്. പക്ഷേ ലിജോ അത് ഉദ്ദേശിച്ചിട്ടില്ല. ലിജോ എവിടെയെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ, ഇതൊരു മാസ് സിനിമയാണെന്ന് ഒരിക്കലും അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത് വലിയ മറ്റേ തെലുങ്ക് സിനിമ പോലെയൊന്നും കാണരുതേ എന്ന്. വാലിബൻ എന്ന് പറയുന്നു, മലക്കോട്ടെ വാലിബൻ എന്നൊക്കെ പറയുമ്പോൾ ബാഹുബലി എന്നൊക്കെ ഒരു തോന്നലല്ലേ? അല്ല, അതൊരു ടൈറ്റിൽ പോലും അതിന്റെ ആ രീതിയിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ സുദീപിലേക്ക് കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഇത് ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കഥകളിപ്പദം ആലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കഥകളിപ്പദത്തിലൂടെ സംഗീതത്തിൽ അരങ്ങേറ്റം കുറിക്കുക, അതിനുശേഷം ശ്രദ്ധേയനാകുന്ന സൂഫിയും സുജാതയിലെ അൽഹംദുലില്ലാഹ് വഴിയാണ്. അപ്പോൾ സൂഫി സുജാതയെ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. അല്ല, അത് മാത്രമല്ല, സുദീപിനെ കുറിച്ച് പറയുമ്പോൾ സുദീപ് കഥകളിയിൽ നിന്ന് ആരംഭിക്കുകയും കർണാട്ടിക് പഠിക്കുകയൊക്കെ ചെയ്തു. പിന്നെ സുദീപ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, സുദീപ് ഈ പറയുന്ന നമ്മുടെ സംഗീത ലോകത്ത് വളരെ പാരലായ ഒരു സഞ്ചാരം നടത്തിയിട്ടുള്ള ആളാണ്. പല രീതിയിൽ ഇപ്പോൾ കഥകളി പദം, കളമ്പാട്ടൊക്കെ വളരെ മോജോ പോലുള്ള പരിപാടികളിൽ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. വ്യത്യസ്തമായ ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു പ്രത്യേക തരത്തിൽ രസകരമായ ആൽബങ്ങൾ വളരെ മനോഹരമായിട്ട് ശ്രുതി ശരണ്യുമായിട്ട് ചേർന്നിട്ടാണ് അല്ലേ? പിന്നെ സുദീപ്, ബാലെ, ചിരുത വളരെ പ്രധാനപ്പെട്ടൊരു പിന്നെ ആൽബമാണ്. അപ്പോൾ അത്തരത്തിലൊരു സമാന്തരമായൊരു ചിന്താഗതി കൂടി വെച്ചിരിക്കുന്ന അതിനകത്തൊരു രാഷ്ട്രീയ സ്വഭാവമൊക്കെ ഉള്ള കാഴ്ചപ്പാടുകളുള്ള ഒരാൾ കൂടിയാണ് സുദീപ്. സുദീപിൻ്റെ പാട്ട് തുടങ്ങുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ സുദീപിനോട് കണ്ടാൽ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ആഗ്രഹിച്ചൊരു പാട്ട് അജിത ഹരേ തന്നെയാണ്. അജിത ഹരേ എന്ന് പറയുന്ന പാട്ടാണ്. സുദീപിൻ്റെ അച്ഛൻ വലിയ
പ്രശസ്തനായ കഥകളി സംഗീതജ്ഞനാണ്. പാലനാട് ദിവാകരൻ. അതെ, അദ്ദേഹത്തിൻ്റെ പെങ്ങള് സുദീപിനേക്കാളും നന്നായി പിന്നെ കഥകളി പാടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദീപയുടെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ ദീപ പാലനാട്? അല്ല, എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നത് മുതലേ അച്ഛൻ എൻ്റെ സഹോദരിയെ പാട്ട് പഠിപ്പിക്കുന്നത് കേട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചത് തന്നെ അങ്ങനെയാണ്. കാരണം എന്നെ അങ്ങനെ പാട്ട് പഠിപ്പിക്കാനൊന്നും അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഒട്ടും ഒതുങ്ങിയിരിക്കാത്ത, ഇതിനൊന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അച്ഛൻ എൻ്റെ സഹോദരിയെ പാട്ട് പഠിപ്പിക്കുന്നത് കേൾവി ജ്ഞാനത്തിലൂടെയാണ്. അപ്പോൾ എനിക്ക് അവർ രണ്ടുപേരും ഒരു ഗുരു സ്ഥാനത്തിലാണ്. ഇപ്പോഴും എന്തുണ്ടെങ്കിലും അവരോട് എനിക്ക് ഒരു ഗുരു ഭക്തി തന്നെയാണ്. എത്ര പ്രായത്തിന് വ്യത്യാസം? ഞങ്ങൾ 5 വയസ്സിൻ്റെ വ്യത്യാസമാണ്. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയുടെ ശബ്ദമാണ്. എനിക്ക് ഒട്ടും ഭയങ്കര റിഫൈൻഡ് അല്ലാത്ത റോ ആയിട്ടുള്ളൊരു ശബ്ദം എന്ന് പറയുന്ന ശബ്ദം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ഭയങ്കര പ്രചോദനമാണ് എനിക്ക് എപ്പോഴും എൻ്റെ വളർച്ചയിൽ. ആ ശബ്ദവും അവർ തമ്മിലുള്ള, അച്ഛനും സിസ്റ്ററും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അവർ സംഗീതം മാത്രമാണ് അവരുടെ ഉള്ളിൽ. അപ്പോൾ അത് ചെറുപ്പത്തിൽ ആ നിലയിൽ പഠിച്ചിട്ടില്ലാത്ത ലളിത സംഗീതത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും 5 വർഷം തുടർച്ചയായി സംസ്ഥാന യുവനോത്സവത്തിൽ 1ാം സ്ഥാനം കഴിയും. അത് പഠിച്ചിട്ടില്ല എന്നല്ല, ഞാൻ കർണാടക സംഗീതം അല്ല അങ്ങനെയല്ല, ആ സമയത്ത് തന്നെ നമ്മൾ 5 വർഷം തുടർച്ചയായി അല്ലേ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് തിരിച്ചറിയുമല്ലോ അല്ലേ? അല്ല, പാട്ട് എൻ്റെ അച്ഛനും ഇവരൊക്കെ എന്ന് വെച്ചാൽ എന്നെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി പഠിപ്പിക്കാനൊന്നും നോക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ അതേ സമയത്ത് അമ്മ എന്നെ കുറച്ചുകൂടിയും ഈ പലതരത്തിലുള്ള സംഗീതം, ഇപ്പം എല്ലാ പാട്ടുകളും, പാട്ടിൻ്റെ അങ്ങനെ ഒരു കർണാടക സംഗീതം, കഥകളി സംഗീതം എന്നല്ലാതെ എല്ലാ തരത്തിലുള്ള സംഗീതവും കേൾപ്പിക്കാനൊക്കെ അമ്മ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കലോത്സവങ്ങളിലേക്കൊക്കെ നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, ഈ അതുപോലെ ഇപ്പോൾ റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി പഠിപ്പിക്കുക, അങ്ങനത്തെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റിംഗ് ആയിരുന്നു അമ്മ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈക്വലി റോൾ ഉണ്ട് നമ്മുടെ വളർച്ചയിൽ. പക്ഷേ ഈ കലോത്സവം എന്നൊക്കെ പറയുന്നത്, എനിക്ക് കലോത്സവം ആണെങ്കിലും റിയാലിറ്റി ഷോ ഒക്കെ ആണെങ്കിലും എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പങ്കെടുക്കാൻ. ഇവരും അവിടെ കൊണ്ട് പാടിപ്പിക്കും, ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് കിട്ടുമെങ്കിൽ കിട്ടും. എനിക്കിപ്പോഴും അപ്പോഴും മത്സരം താല്പര്യമില്ല. ആദ്യം ഏത് പാടണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാ പരിപാടികളും സ്ഥിരമായിട്ട് കാണുകയും ഞങ്ങളുടെ കുടുംബം മൊത്തം കടുത്ത ആരാധകരാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ണി സാറൊക്കെ നമ്മളെന്നും കാണുന്നുണ്ട്. ഉണ്ണി സാറുടെ അങ്ങനെ ഈ അജിതഹരി എന്ന് തുടങ്ങി, അല്ല അത് അങ്ങനെ തുടങ്ങരുത്. കാരണം അങ്ങനെ തുടങ്ങിയ 4 പേരും കൊണ്ട് അവസാനിപ്പിക്കുക. ചില കുറച്ച് ലേശമൊക്കെ പോകാം. മേതുരഭക്തി മുതൽ അങ്ങ് തുടങ്ങുകയാണെങ്കിൽ, മേതുരഭക്തി മുതലാണ് നമുക്ക് ഈ മ്യൂസിക് മോജോയിലൊക്കെ വന്നിട്ട്. അതെ അതെ അതെ, അത് ഭംഗിയാണ്, അത് കേൾക്കാനൊരു ഭയങ്കര സൗണ്ട്. ഓക്കെ. മേതുര ഭക്തിയുള്ള മാതൃശാം സുഖമെന്യേ, മേതുര ഭക്തിയുള്ള മാതൃശാം സുഖമെന്യേ, വാതമില്ലഹോ ദുഃഖം ബാധിക്കയില്ല നൂനം, യാദവാധിപ നിന്നെ ഹൃദി ചിന്ത നിദാനേന, മോദം മേ വളരുന്നു കരുണവരണമരുണ സഹജ കേതന അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നദ രാവിലെ ഒരു മനോഹരമായില്ലേ? ഈ സംഗീതത്തെ ഇപ്പം സുജയ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ ബ്യൂട്ടിഫുൾ കമൽ സാറിന്റെ പടത്തിലും പാട്ടുകളല്ലേ, കമൽ സാറിന്റെ ഏറ്റവും നല്ല പാട്ടുകൾ വന്നിട്ടുള്ള സിനിമകൾ, മലയാളത്തിലെ എണ്ണം പറഞ്ഞ പാട്ടുകൾ വന്നിട്ടുള്ള സിനിമകളാണ്. ഔസേപ്പച്ചൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു കേട്ടോ. ഞാൻ കണ്ടിരുന്നു. അതെ അതെ, ഔസേപ്പച്ചനാണ് ഉണ്ണികളെ ഒരു കഥ പറയാമില് സംഗീതം ചെയ്തിരിക്കുന്നത് അല്ലേ? എൻ്റെ ഗുരുവാണ് കേട്ടോ. ഔസേപ്പച്ചന്റെ ശിഷ്യനുമാണ്. അതെ അതെ അതെ, ഔസേപ്പച്ചന്റെ ഞാൻ ആ ഷോ കണ്ടിരുന്നു. ഞാൻ ഒരു ഇതെല്ലാം കണ്ടിട്ട് കാണാറുണ്ട് സ്ഥിരമായിട്ട്. രാത്രി എല്ലാ ദിവസവും കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. സുദീപിന്റെ ഒരു ഫ്രണ്ടും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു, ഭദ്ര. നിങ്ങൾ ഒരുമിച്ച് ഒരു ബാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, സ്റ്റോറി ടെൽ. അതിലാണ് നമ്മൾ ഈ കളമ്പാട്ടൊക്കെ ചെയ്തിരുന്നത്. അതെ അതെ, കളമ്പാട്ട് ചെയ്തിട്ടുണ്ട്. കമൽ സാറിന്റെ ഒരു പടം ആലോചിക്കുമ്പോൾ സംഗീതം അതിനകത്തുണ്ടാവും അല്ലേ? എപ്പോഴും തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഒരു കഥ ആലോചിക്കുമ്പോൾ പാട്ട് നിർബന്ധമായിട്ട് നമ്മൾ ആലോചിക്കാറില്ല. പക്ഷെ എന്നാലും എങ്ങനെ മ്യൂസിക് വേണം,
അതിനനുസരിച്ചുള്ള മ്യൂസിക് ഡയറക്ടറെ ഫിക്സ് ചെയ്യുക, അതാണ് ആദ്യം ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ആൾ അതേ ആളെന്നുള്ള രീതിയിൽ നേരത്തെ സിനിമ സെലക്ട് ചെയ്യണ പോലെ തന്നെയാണ് പാട്ടിൻ്റെ കാര്യം. ആ പാട്ടിന് അല്ല ആ സിനിമയ്ക്ക് ആ മൂഡിന് പറ്റുന്ന മ്യൂസിക് ഡയറക്ടർ ആരാണ്, അതിനനുസരിച്ചാണ് ഞാൻ അന്നും എന്നും മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഫിക്സ് ചെയ്യും. അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനുള്ള അറിവുണ്ടോ? എനിക്കെന്നല്ലേ ഞാൻ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ അത്യാവശ്യം രാഗങ്ങളൊക്കെ മനസ്സിലാവും, പാടാനറിയില്ല. ഇവർക്ക് ചായ കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? കാരണം നമ്മുടെയൊക്കെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിൽ ചായ എടുക്കട്ടെ ഏതൊരു ഇഷ്ടമുള്ള പാട്ട് കേട്ടാലും അതിന്റെ അപ്പുറത്ത് കമൽ എന്ന പേരുണ്ടാവും. കാരണം നമ്മളൊക്കെ കേട്ട ഒരുപാട് മനോഹരമാണ്. നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നൊരു മ്യൂസീഷ്യനെ പോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. സുദീപിന്റെ കാര്യത്തില് ഈ ഒരു സംശയം, സുദീപ് എപ്പോഴും ഈ സ്വതന്ത്രനായിട്ട് നിൽക്കാൻ, ഇപ്പം സംഗീതത്തിന്റെ കാര്യത്തിൽ മ്യൂസിക് ഡയറക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എടുക്കുന്നത്, പാട്ടുകാരൻ ഇൻസ്ട്രുമെന്റ് ആണ് എന്ന രൂപത്തിലാണല്ലോ പറയുന്നത്. അപ്പോൾ അതേസമയം സിനിമയുമായി ബന്ധപ്പെട്ടും ആ രൂപത്തിലുള്ള ആലോചനകളുണ്ട്. ഇപ്പം സിനിമ സംവിധായകന് ചിലപ്പം ഏത് തരത്തിലുള്ള പാട്ട് വേണമെന്നൊരു തീരുമാനം ഉണ്ടാവും. അപ്പൊ അത് ഒരു സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലാണെന്നൊരു തോന്നലുണ്ടോ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്? രണ്ടും ചെയ്യാറുണ്ട്. ഇപ്പൊ സ്വതന്ത്ര സംഗീതം ചെയ്യുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ പ്ലാറ്റ്ഫോമാണല്ലോ. അവിടെ ഇപ്പൊ എൻ്റെ അച്ഛൻ തന്നെ എന്നോട് പറയാറുണ്ട്, ഇപ്പൊ ഉണ്ണിസാർ പറഞ്ഞ പോലെ കഥകളി സംഗീതവും ഈ കളമ്പാട്ടും ഇത്തരം പരിപാടികളൊക്കെ നമ്മളെടുത്ത് ഫ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആളുകൾ നമ്മളെ വിമർശിക്കാറുണ്ട്. അതെ, ഈവൻ ആ സാധനം എടുത്ത് നശിപ്പിച്ചു എന്ന് പറയുമല്ലോ. അങ്ങനെ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ പലരും ചോദിച്ചിട്ടുണ്ട്, താങ്കളുടെ അച്ഛൻ ഒരു കഥകളി സംഗീതജ്ഞനല്ല, അപ്പോൾ ഈ കഥകളി പദമൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അച്ഛൻ പറയാറ് എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മളൊരിക്കലും കഥകളി നടക്കുന്ന സമയത്ത് അവിടെ ഗിറ്റാറും ഡ്രംസ് ഒന്നും പിടിച്ച് ചെയ്യാറില്ല. അവിടെ ഞാൻ അച്ഛൻ്റെ കൂടെ കഥകളിക്ക് പാടുന്ന സമയത്ത് കഥകളിപ്പദം എങ്ങനെയാണോ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്, എങ്ങനെയാണോ മുദ്ര വേഷക്കാരൻ കാണിക്കുന്ന മുദ്രയ്ക്ക് അനുസരിച്ച് തന്നെയാണ് നമ്മൾ പാടാറ്. പക്ഷേ ഇത് നമ്മുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള അതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഈ പല ആർട്ട് ഫോമുകളിലുമുള്ള ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആ ഒരു കൃതി ആളുകളിലേക്ക് കുറച്ചും കൂടി എത്താനും സഹായിക്കുന്നുണ്ട് പല ആളുകളും. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഒരു അനുഭവം ഉണ്ടായി. ഇവിടെ കുസാറ്റിലൊരു പരിപാടി ചെയ്തപ്പോൾ ഫുൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാണ് അവിടെ ഇരിക്കുന്നത് മുഴുവൻ യുവാക്കൾ. അവരെന്നോട് വന്നിട്ട് ബാണനന്ദനെ എന്ന് പറഞ്ഞ കഥകളിപ്പദം പാടുമോ, അതുപോലെ കാവാവ എന്ന് പറയുന്ന പാപനാശൻ ശിവന്റെ കീർത്തനം പാടുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഈ കഥകളി പദത്തിന് അവരുടെ മാർക്കറ്റ് വാല്യൂ ആണ് യഥാർത്ഥത്തിലുള്ളത്. അതിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ത്രെട്ട് ഒരു ചെറുപ്പക്കാരന്, അച്ഛന് സ്വാഭാവികമായും ഒരു പഴയകാലം എന്ന് വിചാരിക്കാം, ചെറുപ്പക്കാരനായ സുദീപിന് അതൊരു വലിയ ചലഞ്ചായി തോന്നി. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ അത്ര പഴയ ആളല്ല തോന്നുന്നു. പക്ഷേ അച്ഛൻ എപ്പോഴും എന്നോട് പറയണത് എൻ്റെതായിട്ടുള്ള സ്പേസ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുക, പക്ഷേ കഥകളിയിൽ വന്നിട്ട് അത് ചെയ്യണം എന്ന് ആഗ്രഹമില്ല. അച്ഛൻ പലപ്പോഴും വേണ്ട, കഥകളിയിൽ വരെ ഇതിനപ്പുറം എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ പരിധി വിടുന്ന ആളുകളുണ്ട്, അതൊന്നും നീ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള അഭിപ്രായമാണ്. അല്ല, ഇതിനകത്ത് വേറെ കാര്യമുണ്ട് സുദീപ്. ഇപ്പോൾ ഈ സോപാനമാണല്ലോ കഥകളിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എംബ്രാന്തിരി ഹരിദാസും കൂടി അങ്ങ് മാറ്റിയിട്ട് കർണാട്ടിക് രാഗങ്ങളിലേക്ക് ആക്കിയില്ലേ, അത് വലിയ രീതിയിൽ പോപ്പുലർ ആയില്ല അല്ലേ? നമ്മളൊക്കെ എത്രയോ അന്നും ആ വിമർശനമുണ്ട്, ഇങ്ങനെയാണോ അത് പാടേണ്ടത്. പക്ഷേ അത് പിന്നെ അതേ രാഗം തന്നെയാണ് പിന്നെ നിങ്ങളും തുടരുന്നത്, മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് സുദീപ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം വെച്ചാൽ പുതിയ തലമുറയായിട്ട് അത് കണക്ട് ചെയ്തു അല്ലേ, അവരതിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സ്വതന്ത്ര സംഗീതത്തിൽ ആ ഒരു അതോറിറ്റി നമുക്കുള്ളത് കൊണ്ട് നമുക്ക് വളരെ സുഗമമാണ് ആ യാത്ര. പക്ഷേ സിനിമയിലും ഞാൻ എപ്പോഴും വിചാരിക്കുക, സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ കമൽ സാർ പറഞ്ഞ പോലെ തന്നെ അതിനെക്കുറിച്ച് സംഗീതത്തിനെ കുറിച്ചാണെങ്കിലും ക്യാമറയെക്കുറിച്ചാണെങ്കിലും പൂർണ്ണമായി ധാരണയും കാഴ്ചപ്പാടുള്ള ആളാണ് സംവിധായകൻ. അപ്പോൾ ആ പ്രൊജക്റ്റുകളിൽ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക് സന്തോഷം. അപ്പോൾ അതിലൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നു, അതിലേക്ക് ലയിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ ഒരു ത്രില്ല്. സുദീപ് പാട്ട് മാത്രമല്ല പഠിച്ചതിന്റെ ഒരു മേഖല കൂടി ഇതുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. സൗണ്ട് എഞ്ചിനീയറായി നിൽക്കുമ്പോൾ അതാണ് നമ്മളുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ് സുദീപ്. കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ചാനലുകളിൽ. അമൃതയിൽ വർക്ക് ന്യൂസിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. കമൽ സാറേ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തേക്ക് ഈ പുതിയ സിനിമകളുടെ ഒരു സ്വഭാവം നോക്കി, ഇപ്പം ഭീമന്റെ വഴി ഒരു വഴി വരുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള തീമുകൾ മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. രക്ഷാധികാരി ബൈജു, അതായത് ഒരു മൈതാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വഴിയുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഉള്ള സിനിമ ഇപ്പം സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ പാട്ട് പാടുന്ന പരിപാടി തന്നെയില്ല ഇപ്പം സിനിമയ്ക്കകത്ത്. ഒരു മെയിൻ നടൻ വന്ന് പാടുന്നതൊക്കെ ഇപ്പോൾ ഭയങ്കര മോശമായി പോകും അല്ലേ, അങ്ങനെ ഒരു രീതിയൊക്കെ തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴിമാറ്റത്തെ എങ്ങനെയാണ്? കാരണം മലയാള സിനിമയിലെ എല്ലാ ജോണറുകളിലും സിനിമകൾ ചെയ്യുകയും അതിനകത്ത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ അങ്ങയുടെ ഒരു അഭിപ്രായ കാര്യത്തിൽ ചോദിക്കുന്നത്. ഈ ഒരു മലയാള സിനിമയുടെ ഒരു മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ഓരോ കാലഘട്ടത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ നീലക്കുയിലിൻ്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ വലിയ കഥകൾ വേണം. ഇപ്പോൾ നോവലുകളൊക്കെ സിനിമയ്ക്ക് ഇരുന്ന കാലത്ത് പല ജനറേഷൻ്റെയൊക്കെ കഥ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഫുൾ ജീവിതമൊക്കെയാണ് സിനിമയായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും കാലത്തെ ഒരു കഥ പറഞ്ഞാൽ മാത്രമേ ഒരു സിനിമ കണ്ടു അല്ലെങ്കിൽ ഒരു കഥ കണ്ടു എന്നൊക്കെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുള്ളായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ആദ്യകാലത്ത് സിനിമ ചെയ്യുമ്പോഴും അങ്ങനെയാണ്, കുറേ സംഭവങ്ങളും ഉണ്ടാവണം, കുറേ കാലത്തെ ഒരു ഇത് വേണം. ഇന്നിപ്പോൾ
കാലം മാറുന്നതിനനുസരിച്ചാണ് പറഞ്ഞത്. ഒരു മൊമെന്റ് മതി, നമുക്കിപ്പോൾ എല്ലാം സ്പീഡായില്ലേ. അതെ അതെ. ഒരു അല്ല, news മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു ചെരുപ്പാണല്ലോ. അതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ന്യൂസ് തന്നെ നമ്മൾ ഫുള്ളായിട്ട് കാണാൻ നമുക്ക് ക്ഷമയില്ല ഇല്ല ഇല്ല ഇല്ല. എന്ന് പറഞ്ഞാൽ ആ, correct. അതിൻ്റെ എന്താ ക്രീം എന്താണ് അത് മാത്രം കേൾക്കാം എന്ന് പറഞ്ഞ മാതിരിയാണ്. കൊച്ചു സംഭവങ്ങൾ കണ്ട അത് മതി, അത് നിങ്ങൾ നന്നായിട്ട് പറയൂ എന്നുള്ള രീതിയിലേക്ക് കോൺസെപ്റ്റ് മൊത്തം മാറിയിട്ടുണ്ട്. അതിപ്പോൾ സംവിധായകരുടെ മാത്രമല്ല, പ്രേക്ഷകരുടെയും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മഹേഷിൻ്റെ പ്രതികാരം മാത്രമല്ല, ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. അതെ. മുമ്പ് ഞങ്ങളൊക്കെ ആ സിനിമ ബിഗിനിങ്ങിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കഥ ആലോചിക്കില്ല. കാരണം വെച്ചാൽ ഒരു ചെറിയ സംഭവമല്ലേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു 4 സീനോട്ട് പണം തീരും വിചാരിക്കുന്ന ഒരു കാലമായിരുന്നു അത്. അതായിരുന്നു ഇഷ്യൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ വേണം, അയാളുടെ പഴയ ജീവിതം വേണം, ഇപ്പം അയാളുടെ പ്രസൻറ്റിൽ എന്താണ് അയാളുടെ ജീവിതം, ഒരു കഥാപാത്രത്തെ, പ്രധാന കഥാപാത്രത്തെ, ഇത്തരം കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ കഥയുടെ സ്വഭാവം തന്നെ മാറുന്നത്. അപ്പം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എം ടി വാസു എന്നൊരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ സംവിധാനം ഒന്നും ചെയ്യേണ്ടെന്നാണ്. കാരണം സ്ക്രിപ്റ്റാ സിനിമ. കഥ ഇങ്ങനെ അടുക്കോടുകൂടി പറയുകയാണല്ലോ. തുടങ്ങുന്ന ഈ പറഞ്ഞ കണക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഡെവലപ്പ് ചെയ്ത് അവസാനം പിന്നെ തീരുന്നൊരു സിനിമ. അങ്ങനെ ഒന്നും ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ തന്നെ പറ്റില്ല. ഇല്ല, അങ്ങനത്തെ സ്ക്രിപ്റ്റുകളില്ല. ഒന്നും ലിറ്ററേച്ചറായിട്ട് കണക്ട് ചെയ്ത സ്ക്രിപ്റ്റ് ഇല്ല. ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ സിനിമ എഴുത്തുകാർ വല്ലാതെ? അതിപ്പം അല്ല, അത് മാറുന്നതിനനുസരിച്ച് അങ്ങനെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഹോളിവുഡിലേക്ക് നോക്കിയാൽ കാണാം, ലോകത്തുള്ള എല്ലായിടത്തും സിനിമ സംവിധായകൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നത്, അല്ലെങ്കിൽ ചേർന്നിട്ടാണ് ജോയിൻ്റ് ആയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അല്ലാണ്ട് സ്ക്രിപ്റ്റും ലിറ്ററേച്ചറായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒക്കെ വിട്ടു നിൽക്കുന്നതാണ്. മലയാളത്തിലും ഇന്ത്യൻ സിനിമയിലാണ് കൂടുതലായിട്ട് ലിറ്ററേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ട് സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നത്. അതിന് കാര്യം എന്ന് വെച്ചാൽ ആദ്യകാലം മുതൽ വലിയ എഴുത്തുകാരാണ് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എം ടിക്കും പത്മരാജനും മുമ്പുള്ള തലമുറ ആലോചിച്ചപ്പോൾ തോപ്പിൽ ബാസി, SL പുരം, അതുപോലെ തന്നെ വൈക്കം ചന്ദ്രശേഖരൻ നായർ, അങ്ങനെ വലിയ എഴുത്തുകാരൊക്കെ തന്നെ, വൈക്കം ബഷീർ അടക്കം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ എഴുത്തുകാർ എഴുതുമ്പോൾ ലിറ്ററേച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമയായിരുന്നു. പത്മരാജൻ, MT ഒക്കെ വന്നപ്പോഴും അങ്ങനെ. പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് ഇതിൻ്റെ വിഷ്വൽ മീഡിയ, വിഷ്വൽ ട്രീറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. വിഷ്വൽ ലാംഗ്വേജ് നമ്മൾ പറയില്ല, സിനിമ അതാണല്ലോ, ദൃശ്യഭാഷയാണല്ലോ. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ദൃശ്യത്തിലൂടെ കഥ പറയാം. അപ്പോൾ ലിറ്ററേച്ചർ പുറകോട്ട് പോയി എന്നുള്ളതാണ്. ഭാഷ ഉപയോഗിക്കുന്ന കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഡയലോഗ്സ്, നമ്മളൊരു കാലത്ത് എന്തായിരുന്നു ഭാഷ, അച്ചടി ഭാഷയിലായിരുന്നു നമ്മൾ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുള്ളായിരുന്നു. പിന്നീട് ഒരു കാലത്ത് MT ഒക്കെ സ്വാധീന സിനിമയിൽ വന്നപ്പോൾ ഈ വള്ളുവനാടൻ ഭാഷ മാത്രം, അത് മാത്രമാണ് മലയാളം പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയായി മാറി. ഇപ്പം അത് മാറിയിട്ട് ഓരോ പ്രദേശത്തിൻ്റെയും ഭാഷ സംസാരിക്കുന്നത്. മുൻപ് അത് ആക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, കാസർഗോഡൊക്കെ ഉള്ളൊരു ക്യാരക്ടറായ പോലും അദ്ദേഹം പച്ച മലയാളത്തിൽ തന്നെ പറയുള്ളൂ, എന്നാൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അത് സിനിമ കണ്ട് പരിശീലനം കിട്ടിയ പ്രേക്ഷകരും ഉണ്ടല്ലോ, ഇപ്പം എന്തും സ്വീകരിക്കുന്നു. ഈ ഭാഷ ഏറ്റവും നന്നായി വഴങ്ങുന്ന ഒരാൾ മമ്മൂട്ടിയാണെന്ന് തോന്നിയിട്ടില്ലേ? പല സ്ഥലങ്ങളിലെ സ്ലാങ് കൃത്യമായിട്ടത്. അല്ല, മമ്മൂട്ടി അത് സ്വയം പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അതിന് വേണ്ടിയിട്ട് മെനക്കെടും, പുള്ളി പഠിക്കും. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ എനിക്ക് അനുഭവം പറയാൻ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കറുത്ത പക്ഷികൾ എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ അതിലൊരു തമിഴൻ കേരളത്തിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ തമിഴും മലയാളം മിക്സ് ചെയ്തിട്ട് സംസാരിക്കണം. അപ്പോൾ ഞാനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ മമ്മൂക്കോട് ഞാൻ പറഞ്ഞു, ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്നിൽ തമിഴിൽ, എനിക്ക് അത്യാവശ്യം തമിഴ് പറയാനൊക്കെ അറിയാം, അപ്പോൾ ഞാൻ മലയാളത്തിൽ തമിഴ് എഴുതാം, നമുക്കൊന്നിൽ മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ മലയാളം എഴുതാം, എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ള എഴുതിക്കോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ചില ഡയലോഗ്സൊക്കെ തമിഴിൽ എഴുതി, പിന്നെ കുറേ മലയാളത്തിൽ എഴുതി. ഇത് മമ്മൂക്കയുടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഞാനൊന്നും അതിൽ ഇടപെട്ടില്ല, ഇങ്ങനെ പറയണമെന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് മലയാളം തമിഴൻ പറയണ പോലെ പറയാമെന്ന് പറയണത് പുള്ളിയുടെ ഒരു എന്താ പറയുക. ഞാൻ ഒരു ഇന്ത്യ വിഷൻ കാലഘട്ടത്തിൽ മൂപ്പരുടെ ഒരു ഇൻ്റർവ്യൂ 1-to-1 എടുത്തിരുന്നു. മൂപ്പരെ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മൂപ്പർ എങ്ങനെയാണ് ഈ ഡയലോഗ് ഡെലിവറിയിൽ മൂപ്പരുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രതിഭ തെളിയിക്കുന്നത്, അത് മൂപ്പർ പ്രൊജക്റ്റ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി, വളരെ കൃത്യമായ ആസൂത്രണം. ഇതൊന്നും വെറുതെ സാധിക്കുന്ന കാര്യമല്ലല്ലോ. വിധേയനിൽ അവിടെ മംഗലാപുരത്തെ ഭാഷ പറയാ, ഇപ്പുറത്ത് തിരുവനന്തപുരത്തെ ഭാഷ പറയാ എന്ന് പറയുന്നത്, അതിനകത്ത് മൂപ്പരെടുക്കുന്ന എഫേർട്ട് ചില്ലറയല്ല. ഇപ്പോൾ ബാക്കി ഇപ്പോൾ പല നടന്മാരെ ഇപ്പം കമൽ സാർ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് അഭിനയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡബ് ചെയ്യുന്ന സമയത്തോ ആയിരിക്കും ആ സിനിമയായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്. മമ്മൂട്ടി അങ്ങനെയല്ലല്ലോ. മമ്മൂട്ടി ഒരു 100%. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വടക്കൻ വീരഗാഥയുടെ കാര്യത്തിൽ തന്നെ അവസാനം സത്യനന്ദിക്കാട് പറഞ്ഞതെന്ന് വെച്ചാൽ, ആ സമയത്ത് കാറിൽ ടേപ്പ് റെക്കോർഡർ വന്ന സമയമാണ്. അപ്പോൾ കാസറ്റ് ഇട്ടിട്ട് ഈ കാറിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഡയലോഗ് MT പറഞ്ഞ കാര്യം, MT ആ കഥാപാത്രത്തെ വിശദീകരിച്ചത് മൂപ്പര് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് കാറിലിട്ടിട്ട് കേൾക്കുകയാണ്. ഈ സാധനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അല്ല, അതെന്താ പുള്ളി വെച്ചാൽ സെറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം നമുക്ക് തോന്നുകയില്ല. പക്ഷേ പുള്ളിയുടെ ഹോംവർക്ക് ഭയങ്കരമാണ്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല കേട്ടോ. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കാട് കൂടെ പലതവണ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്.
അപ്പോൾ നമ്മളെ കാണുന്ന വെച്ചാൽ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പുള്ളി എണീറ്റിട്ട് അന്ന് ഈ പറഞ്ഞ ഒരു കാസറ്റ് ഇട്ടിട്ടാണ് ഹോളിവുഡ് സിനിമയിൽ മർലിൻ ബ്രാൻഡൊക്കെ അഭിനയിക്കുന്നത് ഇട്ടിട്ട് കണ്ടിട്ട് അതേപോലെ അഭിനയിച്ചു. അപ്പം നമുക്ക് തമാശയായിട്ട് തോന്നും ഇതെന്താണ് ഇദ്ദേഹം പക്ഷെ കാണിക്കുന്നത്. മമ്മൂട്ടിയെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത്, പക്ഷേ ഞാനൊരു ബോൺ ആക്ടർ അല്ല, ഞാൻ പക്ഷേ എന്നെ ഒരു ആക്ടറായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ആളാണ്, എനിക്ക് നടനാകണം, അപ്പം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ച ആളാണ്, അതിനുവേണ്ടി പരിശ്രമിച്ച ആളാണെന്നാണ് മമ്മൂട്ടി തന്നെ മമ്മൂട്ടിയെ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു എഫേർട്ട് എല്ലാ സമയത്തും മമ്മൂട്ടി എല്ലാ എടുത്തില്ല സമയത്തും എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ലാലിനെ സംബന്ധിച്ചോളം ലാൽ ഈ എഫേർട്ട് എടുക്കാതെ തന്നെ ബോൺ ആക്ടറാണ്, അതുകൊണ്ടായിരിക്കാം അഭിനയത്തിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ഈ പറഞ്ഞ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ മമ്മൂട്ടിയാണ്. എനിക്ക് തോന്നുന്നത് അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു ശ്രമിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ മമ്മൂട്ടിനെ ചെയ്ത മാതിരി തന്നെ സംവിധായകർ ശ്രമിക്കുകയായിരുന്നെങ്കിൽ ലാൽ ചെയ്യുമായിരുന്നു. പക്ഷേ അതിപ്പോൾ മോഹൻലാൽ എടുക്കുന്ന ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കുറവുണ്ടല്ലോ, അത് മമ്മൂട്ടിയുടെ എടുത്തിട്ട് കുറച്ചുകൂടി പ്രകടമാകുമായിരുന്നു. മോഹൻലാൽ നമുക്ക് അങ്ങനെ പ്രകടമായിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തൂവാൻ തുമ്പികളെ കുറിച്ചാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തൂവാൻ തുമ്പികൾ ആ കാലഘട്ടത്തിൽ നമുക്കൊന്നും തോന്നിയിരുന്നില്ല. പിന്നീടാണ് അത് ഈ തൃശ്ശൂർ ഭാഷ ഒരു തെക്കൻ മനസ്സിലാക്കിയെങ്കിലിരിക്കും, അതാണ് അതിൻ്റെ പ്രശ്നം. ചില ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണ് തൃശ്ശൂർ ഭാഷ എന്ന് വിചാരിച്ചിരിക്കുന്നത്. പത്മരാജനാണല്ലോ അത് ചെയ്തിരിക്കുന്നത്, ഓണാട്ടുകാരൊക്കെ പുള്ളിയും അങ്ങനെ ധരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. സുദീപിലേക്കൊന്ന് വന്നാൽ ഈ സുദീപിൻ്റെ ആൽബങ്ങൾ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വ്യത്യസ്തമായിട്ട് ബിജുപാൽ അഭിനയിക്കുന്ന ആൽബം ഉണ്ട് കേട്ടോ, ചാരുലത ബിജുപാലല്ലേ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. സാധാരണഗതിയിൽ ആൽബങ്ങളിൽ പാട്ടുകാർ തന്നെ പ്രത്യക്ഷപ്പെട്ട് അത് പാടുകയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ആൽബം, എല്ലാ ആൽബവും ഞാൻ നോക്കിയപ്പോൾ ചാരുലതയാണെങ്കിലും ചാരുലതയിലൊക്കെ ബിജിയേട്ടനാണ് അതിന്റെ തുടക്കത്തിൽ ഹരിനാരായണനും അതിൽ ചാരുലതയായിട്ട് ഉള്ള ആ ക്യാരക്ടറിന്റെ ഹസ്ബൻഡ് ഭൂപതിയായിട്ട് വരുന്നത് ഹരിനാരായണനാണ്. അപ്പോൾ അതിനകത്ത് അത് പിന്നെ ഒരു ഒരു ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ സ്വഭാവം പോലും ഉണ്ട്. പിന്നെ ഈ സ്ത്രീ ആ ഹരിയെ കാണുമ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയുണ്ട്, അത് ചിരുതയിലുണ്ട്. അങ്ങനെ അപ്പം ഈ ആൽബത്തിന് അങ്ങനെ ഒരു വേറൊരു സ്വഭാവം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെ? അത് ഈ ശ്രുതിയുടെയൊക്കെ ഒരു സ്വാധീനമാണ്. രണ്ടുപേരും കൂടിയിട്ടാണ് എല്ലാം ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ മ്യൂസിക്. അത് അതിഗംഭീര ക്യാമറ, നല്ല എഡിറ്റിങ്, നല്ല കളർ. ഒരുപാട് സമയമെടുത്ത് ഡിസ്കസ് ചെയ്ത് ചാരുലതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കൊല്ലത്തോളം നമ്മൾ അതിന് പിന്നാലെ കൽക്കട്ടയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മളങ്ങനെ ചർച്ച ചെയ്ത് ഒരു കഥ ഉണ്ടാക്കി. നമ്മൾ ആദ്യം ഈ പശ്ചാത്തലത്തിലൊന്നും ആയിരുന്നില്ല, നമ്മൾ ആദ്യം അതിന് വേറെ ഒരു കാളിദാസൻ്റെ ഒരു സബ്ജക്റ്റൊക്കെ വെച്ച് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നു, സത്യജിത് റേയിലേക്ക് വരുന്നു. ചാരുലതയുടെ ഒരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് ചെയ്യാം, അതേ കഥയുടെ ഒരു സാരാംശം എടുത്തുകൊണ്ട് പുതിയൊരു കഥ ഉണ്ടാക്കുന്നു. അങ്ങനെ ചർച്ച ചെയ്തതിൽ തീർച്ചയായിട്ടും അതിൽ ശ്രുതി ശരണ്യത്തിൻ്റെ ബ്രെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കവിതയും എഴുതുന്നതും പുള്ളിക്കാരിയാണ്, സംവിധാനവും ആളാണ്. നമുക്ക് ഇവിടെ ഒരു ദിവസം കൊണ്ടുവരണം. നമ്മുടെ പ്രേക്ഷകരൊക്കെ ബാലെ പാടിപ്പിക്കുമോ? സമയം കഴിഞ്ഞു, അതിക്രമിച്ചു. ബാലയായിരുന്നു ഈ ഒരു സ്വതന്ത്ര സംഗീത ആൽബങ്ങളുടെ തുടക്കം. ആദ്യമായി ചെയ്തത് ബാലയാണ്. 2017 ആ സമയത്താണ്. ഇവിടെ വരുമ്പോൾ ഒരു കുഴപ്പം സുദീപേ, ഇടവിട്ട് പാടേണ്ടി വരും. നമ്മളെ കൊണ്ടത് പറയിപ്പിക്കാതിരിക്കുക. വരുമ്പോ തന്നെ പറഞ്ഞു അത് പാടേണ്ടി വരും. പ്രത്യേകിച്ച് രാവിലത്തെ എണീറ്റ സമയത്ത് പാടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അഥവാ സുദീപ് പാടുന്നില്ല, നമ്മൾ കമൽ സാറിനെ കൊണ്ട് പാടിപ്പിക്കും. ഇവിടെ ഒരുപാട് പാട്ടുകൾ പ്രദീപ് പാടും, എല്ലാവരും പാടുന്നത് കാണാൻ. നിങ്ങളൊക്കെ പാടുമെന്നുള്ളത് ഇവരെ കേട്ടിട്ടില്ല. ഞങ്ങൾ ആ കഴിവുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചു. പ്രത്യേകിച്ച് കമൽ സാർ വിളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾക്ക് സമയമില്ലല്ലോ. അല്ല, സാറിന് ബുദ്ധിമുട്ടാവും. ബാലെ കേൾക്കാം. ഉയിരേ വാഴ്ക ഉലകം കാൺക, ഉയിരേ വാഴ്ക உலகம் காண்க, ஆரோமல் சிறியாள் ബാലേ നറുമൊഴി നിറയു നീ അകമേ ബാലേ. വെൽക്കം ബാക്ക് ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോ. സാർ കുലുക്കി കഴിഞ്ഞോ? സാർ ഇടവേളയുടെ സമയത്ത് മുഴുവൻ പ്രേക്ഷകരെ കൂടെ കാണിക്കും. ജ്യൂസി പരുവാക്കി നികേഷ് സാറാണ് ശരിയായിട്ടില്ല. നിങ്ങൾക്ക് കുലുക്ക് സർബത്ത് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തോണ്ടാണ്. നോക്കണേ, പിന്നെ ഇത് വിവേകാനന്ദൻ വൈറലാണെന്ന് പറഞ്ഞത് നികേഷ് സാറിന്റെ കുലുക്കി സർബത്ത് വൈറലാവും. കുലുക്കി സർബത്തെ
കേരളത്തിൽ ഉടനീളം കിട്ടും. ഇപ്പൊ അങ്ങനെയാണല്ലോ ഇത്തരം കാര്യങ്ങൾ എല്ലായിടത്തും തലശ്ശേരി ബിരിയാണിയാണല്ലോ. തലശ്ശേരി ബിരിയാണി. പിന്നെ വീട്ടിൽ നിന്ന് മാറി ഒരു ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ടാണല്ലോ ആളുകൾ പോകുന്നത്. അപ്പൊ വീട്ടിലൂണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെന്താ വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോരെ എന്നുള്ള മട്ടിലാണ്. സെറ്റായോ സാർ? അയ്യോ പറഞ്ഞ പോലെ തന്നെ ആയി. ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്താക്കില്ലേ ടിഷ്യൂ പ്ലീസ്. എന്തായാലും എനിക്ക് തരില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതാ കാരണം വെച്ചാൽ സുദീപ് ഈ കളംപാട്ട് കൊണ്ടുവരുമ്പോഴേ ഈ പറഞ്ഞ കണക്കൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് തോന്നുന്നു മറ്റേ ഇതിനകത്തല്ലേ രാസയോക്കകത്താണ് നിങ്ങളത് ആദ്യം ഉപയോഗിക്കുന്നത്. ആദ്യം അതിലൊരു 4 വരി മാത്രം വരിക ദാരിക എന്ന് പറയുന്ന ദാരിക വധത്തിലെ കുറച്ച് ഭാഗം അതിനകത്ത് ഉപയോഗിച്ചു. അത് അതുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഉപയോഗിച്ചൊന്നല്ല. അതിനുശേഷം ദാരികൻ എന്നൊരു വാക്ക് ആ വരിയിൽ വരുന്നതുകൊണ്ട് ഒരു ബീജിക്ക് പകരം അത് ഉപയോഗിച്ചു. പിന്നീട് അടുത്ത തവണ നമ്മൾ ഫോക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ഫോക്ക് കലാരൂപങ്ങളുടെ പാട്ടെല്ലാം എടുത്തിട്ട് അങ്ങനെ ഫ്യൂസ് ചെയ്തൊരു വേർഷൻ ചെയ്യാൻ. അതിൽ കളംപാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, തെയ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ പല പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ദാരികവധം മൊത്തമായിട്ട് ചെയ്തത്. അത് ആ വാരിക ദാരിക എന്നുള്ളതൊന്ന് പാടിയാലോ 4 വരി? അത് പക്ഷെ വരി നോക്കാം. മൊബൈലുണ്ടാവില്ലേ? വരിക ദാരിക പൊരുവതിനായി വളരെ നാൾ പേശി അരുളിയമ്മതാൻ കരബലം കൊണ്ട് മതിച്ച നിന്നൂടെ വംശമൊക്കവേ മുടിപ്പനിന്നു ഞാൻ കുരള പേശാതെ കുറുവനില്ലടാ കരളറുപ്പേ ഞാൻ മതിച്ചു ദാരിക കയർത്ത ദാരികൻ ശിരസറുത്തമ്മ തിരുമന്തങ്കുന്നീലോ വാഴുമെന്നംബികേ. ഇങ്ങനെ പറഞ്ഞു പോവാണ്. കളംപാട്ടിന് എല്ലാ പാട്ടിലും ഒരു കഥകളി സംഗീതത്തിന്റെയും ശാസ്ത്രീയ സംഗീതത്തിന്റെയും കർണാടിക് സംഗീതത്തിന്റെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇത് കേട്ട് പഴക്കമുള്ളത് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അപ്പം നമ്മളൊക്കെ നാട്ടിൻപുറത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഈ കളംപാട്ടിന് നമ്മൾ അവിടുത്തെ കുറുപ്പന്മാർ വന്നിട്ട് ഈ നന്ദുണിയൊക്കെ പിടിച്ച് കാണുന്നുണ്ട്. പക്ഷെ പല സമയത്തും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വരിയൊന്നും അന്ന് മനസ്സിലാവാറില്ല. പിന്നീട് ഇത്തരം ആളുകളായിട്ട് ഇത് കുറച്ചും കൂടിയും പുറത്തേക്ക് കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഉണ്ട്. അവരായിട്ടുള്ള സൗഹൃദം ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ പൈങ്കുളം ഹരിദാസ് കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് ചെറുതുരുത്തി പൈങ്കുളം ഭാഗത്തുള്ള വളരെ പ്രശസ്തനായ ഒരു കളംപാട്ട് കലാകാരൻ. അദ്ദേഹമായിട്ടുള്ള സൗഹൃദത്തിലാണ് ഈ വരികൾ കിട്ടുന്നത്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിലെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഈ കളംപാട്ടിലെ മൊത്തം ടെക്സ്റ്റ് വെറുതെ റെക്കോർഡ് ചെയ്തെടുത്തു, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മൊത്തം റെക്കോർഡ് ചെയ്തെടുത്ത് അതിൻ്റെ ടെക്സ്റ്റും പ്രിന്റ് ചെയ്ത് മേടിച്ചു. അപ്പോഴാണ് ഈ വരികൾ ഭയങ്കര രസമായിട്ട് തോന്നിയപ്പോൾ ചുമ്മാ ചെയ്തു നോക്കിയെന്നുള്ളൂ. ഇതൊക്കെ പരീക്ഷണമാണ്. അതിന് അദ്ദേഹം വരെ ചീത്ത കിട്ടും എന്നുള്ളതാണ്. കാരണം ആളുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്തിനാണ് ഈ ആള് സുദീപ് പാലനാടിന് ഈ വരിയൊക്കെ കൊടുത്തത്. കമൽ സാറിലേക്ക് വരുമ്പം ഈ സുദീപ് പാലനാടിനുള്ളൊരു ഗുണം, സുദീപ് പാലനാട് കമ്പോസ് ചെയ്യുകയും ചെയ്യും, അത് പാടുകയും ചെയ്യും. അത് നന്നായി പാടും. ഇപ്പം എല്ലാ കമ്പോസേഴ്സും നല്ല ഗായകരല്ലല്ലോ അല്ലേ? അവരുടെ അഴകിയ രാവണനകത്ത് കമ്പോസിങ് സീൻ എന്ന് പറയുന്നത് അതിമനോഹരമായ കമ്പോസിങ്. ഞാനും ഉണ്ണിയും എപ്പോഴും പറഞ്ഞു ചിരിക്കുന്ന കുറേ സീനുണ്ട്. അതിൽ കൂടുതലും കമൽ സാറിന്റെ സിനിമകളായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആ പടത്തിന്റെ ലിസ്റ്റ് നോക്കിയപ്പോഴേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ കമൽ സാറിന്റെയാണ്. ചില സിനിമകൾ മിസ് അതിനകത്താണല്ലോ, അതൊന്നായിരിക്കും വളരെ അല്ല ഡയലോഗ് എന്ന് വെച്ചാൽ ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. വെച്ചാൽ ഞങ്ങളൊരു ഷോ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞു അത് നന്നായിരിക്കും, ഞാൻ മറ്റേ കാര്യം പറയുമെന്ന് പറയും, അത് നന്നായിരിക്കും, അത് വളരെ വളരെ നന്നായിരിക്കും. മറ്റേ ശ്രീനിവാസൻ പറയുമല്ലോ മറ്റേത് പഠിച്ചാൽ അത് നന്നായിരിക്കും എന്ന് പ്രൊമോയിൽ തന്നെ അതെടുത്ത് ഉപയോഗിക്കേണ്ടി വന്നു. അതെ. പക്ഷെ അത് ഭയങ്കര സിനിമയാട്ടോ ഈ അഴകിരാവണൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരു തമാശ ചോദിച്ചോട്ടെ, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ചോദിക്കാവോ? അത് മമ്മൂട്ടി ചേട്ട പ്രശ്നമാവും. അതിനകത്തെ ക്യാരക്ടർ മമ്മൂട്ടി തന്നെയായിരുന്നു, മമ്മൂട്ടിയെ വെച്ചിട്ടാണ് ആ ക്യാരക്ടർ ആലോചിച്ചിട്ടുള്ളത് എന്നൊരു. അല്ല അതെ, സത്യത്തിൽ ഞങ്ങളിപ്പോൾ മഴയത്തുമ്പ് കഴിഞ്ഞ ഉടനെ ആയിരുന്നു. അപ്പോൾ അതേ പ്രൊഡ്യൂസർ ശ്രീനിവാസൻ, ഞാൻ, മമ്മൂട്ടി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആ കോമ്പിനേഷനിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കഥ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ കഥ പ്രൊഡ്യൂസറെ അടുത്ത് പറഞ്ഞു. പ്രൊഡ്യൂസർ പറഞ്ഞാൽ ഇത് മമ്മൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം, മമ്മൂട്ടി ചീത്ത വിളിക്കില്ലേ, ഇത് മോഹൻലാൽ ചെയ്യേണ്ട ക്യാരക്ടറല്ലേ എന്ന് പറഞ്ഞു. നമുക്ക് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. ശ്രീനിയാണ് ഫോണിൽ കൂടി മമ്മൂട്ടിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഒരു കോടീശ്വരൻ, ഇങ്ങനെ വേദനിക്കുന്ന കോടീശ്വരൻ ഡയലോഗ് എന്നോട് പറഞ്ഞത്. അപ്പോൾ മമ്മൂട്ടി കുറച്ച് നേരം സൈലന്റ് ആയി, ഒന്നും പറഞ്ഞില്ല. ഞാൻ 5 മിനിറ്റ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വിളിക്കണം. അപ്പോൾ ഞാൻ മേടിച്ച് പോയി, ഇനി വിളിക്കാൻ പോകണം. പുള്ളി തിരിച്ചു വിളിച്ചു. അന്ന് ഈ ലാൻഡ് ഫോണാണല്ലോ. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. എന്നെ കളിയാക്കാനാണോ? പ്രോട്ടോടൈപ്പ്. അതെ. അപ്പൊ അതിനു മുമ്പ് ഈ മഴയത്തുമ്പിലൊരു സംഭവം ആരോപിക്കുന്ന കേട്ടോ. അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും
ക്ലീനായി ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയാണ്. അയ്യോ, ഒരു പ്രശ്നമില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ആയിരുന്നു മഴയത്തുമ്പയുടെ സമയത്ത് ഞങ്ങൾ കഥ ആലോചിച്ച്, അപ്പോൾ ഒരു വിമൻസ് കോളേജിലെ അധ്യാപകൻ എന്നുള്ളൊരു ക്യാരക്ടറാണ്, ഒരു സുന്ദരനായ അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് ഇത് ഫോണിൽ ശ്രീനി പറയുന്നത് വെച്ചാൽ സുന്ദരനായ പ്രായമുള്ളൊരു അധ്യാപകൻ എന്താ പറയുന്നത്. അപ്പം നമുക്ക് ഉടനെ ആ പ്രായമുള്ളതെന്ന് വിട്ട് ബാക്കിയൊക്കെ ഓക്കെ എന്ന് പറഞ്ഞു. കഥയും കേട്ടില്ല, ഒന്നും കേട്ടില്ല. അതുപോലെ തന്നെയാണ് ഇതിലെ ഈ ഫോണിൽ കൂടി ഇത് പറഞ്ഞതല്ലേ, വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറഞ്ഞതല്ലാതെ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ട് കളിയാക്കാനാണോ നിങ്ങൾ എടുക്കണമെന്ന് ചോദിച്ചെന്നല്ലാതെ ഷൂട്ടിംഗ് സമയത്ത് ലൊക്കേഷനിൽ വന്നിട്ടാണ് കഥ പറയുന്നത്. ഞാൻ ശ്രീനി കൂടിയാണ് ക്യാരക്ടർ പറയുന്നത്. പുള്ളി കേട്ടിങ്ങനെ ചിരിച്ച് അതിൻ്റെ ഹ്യൂമർ സാധനങ്ങളൊക്കെ കേട്ട് പുള്ളിക്ക് അത് മനസ്സിലായി. കാരണം എന്തറിയോ, ഇന്നായിരുന്നെങ്കിൽ നമുക്ക് മമ്മൂട്ടിനെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം റാഞ്ചേട്ടനെ കഴിഞ്ഞ ശേഷം അപ്പൊ അന്ന് അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പോലും നമുക്കത് തയ്യാറായി എന്നുള്ളതാണ്. ഇനി ഞാനൊരു ട്യൂൺ പറയാം. പ്രാഞ്ചിയുടെ കാര്യത്തിനകത്തെ പ്രാഞ്ചിയേട്ടനിൽ മമ്മൂട്ടി അല്ലാതെ ആലോചിച്ച് നോക്കട്ടെ, ആ കഥാപാത്രം പോയില്ലേ. നമുക്ക് മമ്മൂട്ടിയിൽ നിന്ന് മാറ്റി പിടിക്കാം. കുറച്ച് നേരമായി കമൽ സാറിന്റെ സിനിമയിലെ ഒരു നല്ല ഒരു പാട്ട്, കമൽ സാറിന്റെ ഡെഡിക്കേഷൻ. ആക്ച്വലി ഞാൻ ഇതിൽ എടുത്തു വെച്ചിരിക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് പ്രോഗ്രാമിന് ഒരു പാട്ട് പാടാൻ വേണ്ടി വിചാരിച്ചിരുന്നു സാറുടെ. പക്ഷെ സമയപരിധി കാരണം ആ പാട്ട് പാടാൻ പറ്റില്ല. അതുകൊണ്ട് ആ ലിറിക്സ് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ പാടാം. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം, ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിനവുകളാരെയോർത്താവാം, അറിയില്ലെനിക്കറിയില്ല പറയുന്നു സന്ധ്യതൻ മൗനം മൗനം. വർമ്മ സാറിന്റെ വരികൾ പ്രഭാവർമ്മ. ആരാ പാടിയിരിക്കുന്നത്? ദാസേട്ടൻ തന്നെ പറഞ്ഞു. ദാസേട്ടന് പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് പറയാറുണ്ട്. രമേഷ് നാരായണനാണ് മ്യൂസിക്. ഇത് ആക്ച്വലി ചിത്ര ചേച്ചി പാടിയൊരു വേർഷൻ ഉണ്ട് സിനിമയിൽ ദാസേട്ടൻ്റെയാണ്. അതിന്റെ തമാശ എന്ന് വെച്ചാൽ ഫോണിൽ കൂടി കമ്പോസ് ചെയ്തൊരു പാട്ടാണ് അത്. ഞാൻ കമ്പോസ് ചെയ്ത എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫോണിൽ കൂടി കമ്പോസ് ചെയ്ത ഒരു പടം ഇതാണ്. അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് പാട്ട് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടാണ്. പക്ഷെ പിന്നെ അത് ആദ്യം ടെലിവിഷൻ സിനിമ എന്നുള്ള രീതിയിൽ ഏഷ്യാനെറ്റും മാതൃഭൂമിയും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഏഷ്യാനെറ്റ് ടെലിവിഷൻ സിനിമ എന്നുള്ള രീതിയിലാണ് അത് തുടങ്ങിയത്. അപ്പോൾ പാട്ടൊന്നും വേണ്ടാന്ന്, മാധവൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനായിരുന്നു. അപ്പോൾ അതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ പാട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന്. അപ്പോൾ ഞാൻ ശ്രേയാംസ് കുമാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ മാത്രം. അപ്പോൾ ശ്രേയാംസിനോട് പറഞ്ഞ് ONV സാറും രമേഷുമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. രമേഷ് നാരായണൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ONV സാറിനെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പോൾ പെട്ടെന്ന് പാട്ട് വേണം. അപ്പോൾ രമേഷ് നാരായണൻ ട്രിവാൻഡ്രത്തുണ്ട്. രമേഷിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. രമേഷ് ONV സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഈ സിറ്റുവേഷനൊക്കെ പറഞ്ഞു. ഞാൻ സിറ്റുവേഷനൊക്കെ ഫോണിൽ കൂടി പറഞ്ഞു സാറിന്. അങ്ങനെ സാറ് വരികൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് മാതൃഭൂമിയിൽ അവിടെ കൊടുത്തിട്ട് അപ്പോൾ എഴുതിയാണ്. അപ്പം അന്നാണെന്ന് അറിയില്ല, പിറ്റേന്ന് കാലത്ത് എനിക്ക് മാതൃഭൂമി കോഴിക്കോട് ഓഫീസിൽ നിന്ന് ഈ സാധനം വരി കൊണ്ടു തന്നു. വരിയോടൊപ്പം തന്നെ കവിത എങ്ങനെയാണ് പൊന്നുഷസ്. പക്ഷെ അവിടെ വന്നിട്ട് കമ്പോസ് ചെയ്തു. ONV സാറും രമേഷ് നാരായണനും കൂടി കോഴിക്കോട് വന്നു, എന്നിട്ട് കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. അപ്പം ഫോൺ സാറിൻ്റെ വീട്ടിലിരുന്ന് ട്യൂൺ ചെയ്തിട്ടുള്ള പാട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ചിലത് സംഭവിക്കും, നമ്മൾ വിചാരിക്കാതെ തന്നെ. പിന്നെ നിങ്ങളുടെ കോമ്പിനേഷനിൽ വന്ന ശാരദാംബരം അതിമനോഹരമായ പാട്ടാണ്. രമേഷ് നാരായണനും ജയചന്ദ്രനും. ആ പെൺകുട്ടി അത് എൻ്റെ പടമല്ല, നിന്റെ മുന്നിലാണ് ശാരദാ. പക്ഷെ മറ്റേ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നൊരു പാട്ടുണ്ട്. രമേഷും ഞാനും കൂടി ഈ പടം ചെയ്തിട്ടുണ്ട്. സെല്ലിലൂടെ എം ജയചന്ദ്രൻ അതിനകത്താണ്. നമ്മുടെ ഡെസ്കിൽ നിന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ചാരുലത പഠനം. ആക്ച്വലി 2-3 ക്ലിപ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടർ ഈ പരിപാടിയിൽ ഇതിന് മുന്നേ വന്ന ആളുകളോട് ഈ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ എനിക്ക് ശരിയാണ്. അതിരഴാമുകിലേ നിൻ സജലമാമറുകരയിൽ അടരുവാൻ വിതുമ്പി നിന്നോ പരിചിതമൊരു മൗനം. മെഴുതിരിവയിലെ അണയല്ലേ നീ തോരാമഴയുടെ കുളിരിൽ പനിമതി നിലവേ
രാവിൽ തീരാ പരിഭവമൊഴികൾ നോവേറ്റുവാടുമാ ജീവന്റെ തരുശാഖ പുൽകാതെ കാറ്റ് പൊയ്പോകേ അരിയ നീരലകളാൽ ചിറകു നീർത്തിടുമോ അഴയുവാനരുതാത്ത പൊരുളേ അറിയില്ല ഞാനെത്ര നീയായി മാറിയെന്നരികെ ഏകാകിയാം ഗ്രീഷ്മം പറയില്ല രാവെത്ര നിന്നെയോർത്തോർത്തു ഞാൻ പുലരുവോളം മിഴിവാർത്തു. ചാരുലത. അതെ. കമൽ സാറിന് ഇങ്ങനെ നോക്കിയപ്പോഴേ ഒരു കാര്യം, ഒരു പേഴ്സണൽ കാര്യം. ഈ നമ്മളിപ്പോൾ നികേഷ് സാറിന്റെ തലമുടിയെ കുറിച്ച് എല്ലാവരും ചോദിക്കും. കമൽ സാറും അതേ ശൈലിയോ ആ തലമുടി വളരെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നതായിട്ട് ഇതിൽ നിന്ന് മാറി കണ്ടിട്ടേ എപ്പോഴും ഒരേ രീതിയിൽ കൃത്യമായിട്ട് അത് മിനുക്കി അഴകായിട്ട് വെച്ചിരിക്കുന്നു. അല്ല, അത് വേറെ രീതിയിൽ ചെയ്യാൻ കണ്ടുവച്ചല്ല കേട്ടോ. അല്ല, വേറെ രീതി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഞാൻ കുറെ നോക്കിയിട്ടുണ്ട്, പണ്ട് ചുരുട്ടാനൊക്കെ നോക്കിയിട്ടുണ്ട്, പറ്റിയിട്ടില്ല. അപ്പോൾ എന്നെ ഏറ്റവും ചെറുപ്പത്തിൽ എല്ലാവരും കളിയാക്കും. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ടീസിങ് കേട്ടിട്ടുള്ള ഒരാളാണ് ഈ കോലമുടി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ മുള്ളുമാരി, മുള്ളമ്പന്തിനെ മുള്ളുമാരി നിൽക്കുമായിരുന്നു. ഞാൻ കോളേജിൽ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ ഡാനി ഡെങ്സോപ്പ എന്ന് പറഞ്ഞ ആക്ടർ അറിയില്ല, ഡാനി എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ഇവരുടെ മുടി ഇങ്ങനെ അദ്ദേഹം വലിയ സ്റ്റാറായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതേപോലെ മുടി വളർത്തിയിട്ട് ഡാനിനെ അനുകരിച്ച് കിടക്കുക. അന്നാണ് എനിക്ക് ആദ്യമായിട്ട് സമാധാനം, എൻ്റെ മുടി കൊണ്ട് ഒരു ഗുണമുണ്ടെന്ന്. പിന്നെ അങ്ങനെ ആയി. ഈ സിനിമയിലേക്ക് വരുന്നു ബഹദൂർ ബന്ധുവാണോ? അതെ അതെ അതെ, എൻ്റെ വൈഫിൻ്റെ അമ്മാവനാണ്. ഓ ശരി. അതെ, അല്ല, കല്യാണത്തിന് മുമ്പ് എൻ്റെ മദറിൻ്റെ കസിനും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിചയത്തിൻ്റെ പേരിലാണ് ഞാൻ സിനിമയിലേക്ക് ചെന്നൈയിൽ പോകുന്നതും. അദ്ദേഹത്തിൻ്റെ അതൊക്കെ ആ സമയത്ത് പോസിബിൾ ആയിരുന്നോ? ആയിരുന്നു വെച്ചാൽ കുറച്ച് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കോളേജ് കഴിഞ്ഞിട്ടാണ് എന്നാലും. പക്ഷെ അതിന് മുമ്പ് ഞാൻ ത്രാസ് എന്ന് പറഞ്ഞ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കഥ പടിയൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മാവൻ മമ്മൂട്ടിയുടെ സീനിയറായിട്ട് ലോ കോളേജിൽ പഠിച്ചായിരുന്നു. അതാണ് ത്രാസം. പുള്ളി സംവിധാനം ചെയ്ത പടമാണ്. പുള്ളി ഒരു അനാർക്കിസ്റ്റായിരുന്നു. പഴയ ഒരു ആ കാലഘട്ടം 70s ഏറ്റവും വലിയൊരു അനാർക്കിസ്റ്റായിരുന്നു. എറണാകുളത്തെ പഴയ തലമുറയോട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ബഹദൂറിന് ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ കുഴപ്പമാകും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പുള്ളി പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പുള്ളിയെ കണ്ടുപിടിച്ചിട്ട് മറ്റേ ചെന്നൈയിൽ പോയിട്ട്, അന്ന് മദ്രാസാണ്, ഉമാ ലോഡ്ജ്, അന്ന് പഴയ സിനിമാക്കാരുടെ കേന്ദ്രമാണല്ലോ. ഞാൻ മണിയമ്പിള്ള, രാജു, കൊച്ചിൻ, അനീഫൊക്കെയാണ് അവിടെ താമസം. അങ്ങനെയാണ് സിനിമ തുടങ്ങിയത്. പിന്നെ ഇപ്പം മേനോ സാറായിട്ട് പരിചയപ്പെട്ട് പി എൻ മേനോൻ്റെ അവരുടെ കൂടെ അങ്ങ് വർക്ക് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. ഈ വേഷം ഉണ്ടല്ലോ, ഇത് കേരളത്തിൽ ട്രെൻഡ് ആവുന്നത് ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ള സിനിമയിലാണ്. അതെ, മറ്റേ മോഹൻലാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിലെ സിനിമയാണ്. ന്യൂസ് ചാനലിൽ ട്രെൻഡാക്കിയ ആൾ ഇവിടെയുണ്ട്, നികേഷാണ്. വേഷം പക്ഷേ കേരളത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് പിന്നെ ആളുകൾ ഒരുപാട് ഇടാൻ തുടങ്ങിയതാണ് അല്ലേ? ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, ഫാബ് ഇന്ത്യ പോപ്പുലർ ആക്കിയ കൊണ്ടുവന്നത് എനിക്കൊക്കെ പങ്കുണ്ട്. അങ്ങനെയാണ് സത്യം. തോമസ് ഐസക്ക് ഈ തടി തോന്നിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ ഈ സ്ട്രൈപ്സ് താഴോട്ട് ബജറ്റ് അവതരിപ്പിക്കാൻ എത്ര തവണ അത് മഞ്ഞയിൽ പച്ച വെറൈറ്റിയാണ്. നമുക്ക് സാറിന്റെ ഈ സിനിമകളുടെ മിഴിനീർ പൂവുകൾ മുതൽ പെട്ടെന്ന് അതായത് ഒരു വർഷം തന്നെ പല സിനിമ, അങ്ങനെ ഒരു ബ്രേക്കേ എടുക്കാത്ത ആളാണ്. പക്ഷേ ഈ 2019 പ്രണയമീനുകളുടെ കടൽ വരുന്നത്. ഇപ്പോൾ 4 വർഷത്തെ ബ്രേക്ക് വരുന്നു. അതിന് മുമ്പ് ഞാൻ നോക്കുമ്പോഴേക്കും ഉട്ടോപ്പിയിലെ രാജാവും ചലച്ചിത്ര അക്കാദമി ചുരുക്കി ഞാൻ ചോദിക്കാം, ചലച്ചിത്ര അക്കാദമി ഒരു നഷ്ടമായിരുന്നു സിനിമയെ സംബന്ധിച്ചോളം നഷ്ടം എന്ന് പറയാം. കാരണം സിനിമ ചെയ്യാൻ ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഈ പ്രളയം വന്ന് ഞാൻ അക്കാദമി ചെയർമാനായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഫെസ്റ്റിവൽ എങ്ങനെയും നടത്തണം, അതിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. സർക്കാർ ഫണ്ട് വരില്ല. അപ്പോൾ നമ്മളതൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് ഫെസ്റ്റിവൽ നടത്തി. അടുത്ത വർഷം കോവിഡ് വന്നപ്പോൾ ഫെസ്റ്റിവൽ നടത്താനേ പറ്റില്ല. പൊളിറ്റിക്സ് എക്സ്പോസ്ഡ് ആയില്ലേ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ? അതും എക്സ്പോസ്ഡ് ആയി. കാരണം ഞാൻ കോളേജ് പഠിക്കുന്ന കാലം മുതലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മുഴുവൻ കേൾക്കുന്ന ഒരു അഭ്യൂഹ വാർത്തയുണ്ട്, കമൽ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി. ശരിക്കും മത്സരിക്കാൻ ആഗ്രഹിച്ചില്ല. അതിന് കാരണം വെച്ചാൽ എനിക്ക് പൊന്നാനിയായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ വൈഫ് പൊന്നാനി MES കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾ അന്ന് വൈഫിന് ജോലി കിട്ടിയിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ പൊന്നാനി പോയി താമസിക്കുന്നു. ഒരു 6 വർഷം ഞാൻ അവിടെയായിരുന്നു.
വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഈ പൊന്നാനിയിൽ ഉണ്ടായിരുന്ന ഒരു കൾച്ചറൽ ഒരു കണക്ഷൻസ് ഉണ്ടല്ലോ, അവിടുത്തെ ഇടതുപക്ഷ ആൾക്കാരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധമൊക്കെ ആയിട്ട് അവിടെ ഞാൻ കുറച്ച് പോപ്പുലർ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യത്തെ സിനിമ ഉണ്ണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പൊന്നാനിയിൽ. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് വന്ന് വൈഫിന് കൊടുങ്ങല്ലൂർ കോളേജിൽ കിട്ടി. ഞങ്ങൾ പിന്നെ കൊടുങ്ങല്ലൂർ സെറ്റിൽ ചെയ്തു. പക്ഷേ പൊന്നാനിയായിട്ടുള്ള ബന്ധം വന്നപ്പോഴാണ് അന്ന് പൊന്നാനിയിൽ മത്സരിക്കാൻ ഒരു ഇടത് സ്വതന്ത്രനെ അന്വേഷിച്ചിട്ട് നടക്കുമ്പോൾ CPI ഒക്കെ അവിടുത്തെ അറിയാലോ, CPI ആണ്. അപ്പോൾ എന്നെ ഒരു KP രാജേന്ദ്രൻ അവരൊക്കെ വന്നിട്ടാണ് എൻ്റെ വീട്ടിൽ വന്ന് എന്തായാലും മത്സരിക്കണം എന്ന് പറഞ്ഞു. കാലം ഒക്കെ ഉണ്ടായിരുന്നു. ഞാനില്ല CPI ആയിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല, CPM ആയിട്ടാണല്ലോ. ഞാൻ നേരെ മുകേഷ് CPI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് CPM-ന്റെ കാൻഡിഡേറ്റ് മത്സരിച്ചു. അല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്. ഞാൻ സഖാവിന് പിണറായി സഖാവിനെ നേരിട്ട് അന്ന് പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആൾക്കാർ വന്ന് നിൽക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ആ വഴിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. മാറ്റിച്ചു. അല്ല, ആ രീതിയിൽ അർത്ഥത്തിലല്ല. ഫർദർ ചോദ്യമില്ല, പറഞ്ഞു പോയി. സുദീപേ, ഇനി അങ്ങനെ ഒരു അവസരം വന്നു, ഒറ്റ കാര്യം സാറേ, ഇനി അങ്ങനെ ഒരു അവസരം വന്നാൽ അങ്ങ് മത്സരം. അല്ല ഇപ്പൊ CPM-ന്റെ കയ്യിലാണ് സീറ്റ്. അല്ല, എനിക്കറിയാം. അല്ല, എനിക്ക് CPI-യോട് വിരോധമില്ല. കാരണം കൊടുങ്ങല്ലൂർ CPI-യുടെ കേന്ദ്രമാണല്ലോ. നമുക്ക് VK രാജൻ പഴയ കൃഷിമന്ത്രിയൊക്കെ അദ്ദേഹമായിട്ട് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. CPI-യുടെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് കൊടുങ്ങല്ലൂർ. VK രാജൻ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലല്ല ഇതിൻ്റെ അർത്ഥത്തിൽ. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നില്ല, ഓർമ്മയില്ല, ഹുസൈൻ അടത്താണിയായിരുന്നു പിന്നെ മത്സരിച്ചത്. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് ആ വഴിക്ക് പോകണ്ടെന്ന് പറഞ്ഞത്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഈ സുദീപിന്റെ രാഷ്ട്രീയമൊന്നുമില്ല. സുദീപ് വളരെ പൊളിറ്റിക്കലാണ്. സുദീപ് ചിത്രയുടെ ഒക്കെ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുത്തു. ഞാൻ ആ കാര്യത്തിൽ ഞാൻ താങ്കളുടെ നിലപാടിനെ ഞാൻ അത് കണ്ടിരുന്നു. സുദീപ്, അങ്ങനെയാണെങ്കിലേ ഈ ആലായിൽ തറവേണം എന്ന പാട്ട്, അല്ല, അതിനിടയ്ക്ക് അത് രാഷ്ട്രീയമാണെന്നേ. ആ പാട്ട് അത് ശരിയല്ല, ആ പാട്ടിന്റെ വരികൾ ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായ പ്രകടനം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ സഹപ്രവർത്തകരുള്ള ശ്രുതിശരണ്യമാണ് അതിന് വരി എഴുതിയിരിക്കുന്നത്. പകരം വേറെ പാട്ട് എഴുതി, വരികൾ മാറ്റിയില്ലേ? വരികൾ മാറ്റി. അത് ആക്ച്വലി ആ പാട്ട് അവരത് മാറ്റി അത് ചിത്രീകരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ ഉണ്ട്. സൂരജിന്റെയും ശ്രുതിയുടെ രണ്ടുപേരുടെയും കൂടെ ഞാനുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ തരം ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ അത്. കാരണം അത് നമ്മൾ മാറ്റങ്ങൾ സംഭവിക്കട്ടെ, നല്ല മാറ്റങ്ങളാണെങ്കിൽ, മറ്റൊരാളെ ഹേർട്ട് ചെയ്യാത്ത എല്ലാ മാറ്റങ്ങളും. ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണ് എനിക്ക് എപ്പോഴും താല്പര്യം. നമ്മൾ എല്ലാത്തിനും ഉൾക്കൊള്ളുക, മറ്റൊരാളെ വേദനിപ്പിക്കാതെ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. ചിത്രയുടെ വിഷയത്തിൽ അതെ, ഞാൻ ഉണ്ണിസാറുടെ ആ പരാമർശത്തിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. ഉണ്ണിസാർ പറഞ്ഞ സാധനം ഞാൻ എൻ്റെ അതേ അഭിപ്രായമാണ്. കാരണം ശ്രുതി തെറ്റിയെന്നല്ലേ പാടുന്നതിനാട്ടിൽ ശ്രുതി തെറ്റിയെന്നാണ്. അപ്പോൾ അത്തരം തെറ്റിയ ശ്രുതികൾ നമുക്ക് എല്ലാവർക്കും പാട്ട് പാടുന്ന സമയത്ത് കൃത്യമായി എല്ലാ സമയത്തും പാട്ടിലാണെങ്കിൽ നമുക്ക് ശ്രുതി തെറ്റിയ ഓട്ടോട്യൂൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പറയുന്ന കാര്യം തെറ്റിക്കഴിഞ്ഞാൽ നമ്മളത് തിരുത്തുക. അല്ല, സുദീപിന് ഒരു രാഷ്ട്രീയം ഉള്ളതുപോലെ ചിത്രയ്ക്ക് ഒരു രാഷ്ട്രീയം ആയിക്കൂടെ? എല്ലാവർക്കും അതാ ഞാൻ പറഞ്ഞ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ്. രാഷ്ട്രീയമാണെങ്കിലും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇപ്പം ഞാൻ പറയാം, നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വാട്സപ്പിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു കുടുംബത്താണെങ്കിൽ പോലെ ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇൻടോളറൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അസഹിഷ്ണുതയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാവരുടെ ആശയങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് എന്നാൽ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം. അത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന പോലെ. അതെ, അതാണ്. അല്ല, ഞാനത് പറയാൻ നിൽക്കരുത്. കാരണം റിപ്പോർട്ടർ ടിവിയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മകനും ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നു. മകന്റെ പ്രായം കൂടെ പറഞ്ഞോളൂ. മകൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനൊക്കെ ഒരു ദിവസം മറ്റേ ഇന്ന് സുജയ് ഇല്ലല്ലോ, ഇന്ന് അരുൺകുമാർ ഇല്ലല്ലോ എന്നൊക്കെ അവൻ പറയും. കാരണം എന്റർടൈൻമെന്റ് ആണല്ലേ, പക്ഷെ ഞാൻ ആസ്വദിക്കുന്നതാണ്, ഇത് വേറെ ഒന്നുമില്ല. കാരണം ഈ പറഞ്ഞ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു, പരസ്പരം ഇത് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. അത് സുജയുടെ ഒരു റീലിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ, ഇവിടുത്തെ പരസ്പരം നിങ്ങൾ അടികൂടുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറം നല്ല സൗഹൃദമായി മുന്നോട്ട് പോകും. അതാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ആഗ്രഹിക്കുന്നത്. സുദീപിനെയൊക്കെ പോലുള്ള ആളുള്ളത് വളരെ ശക്തമായി പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇൻടോളറൻസ് ആണ് എതിർക്കപ്പെടേണ്ടത്, അസഹിഷ്ണുതയാണ് എതിർക്കപ്പെടേണ്ടത്. നമുക്ക് നമ്മുടെ രാഷ്ട്രീയം പറയാം, മറ്റുള്ളവരെ കേൾക്കുകയും വേണം എന്നുള്ളൊരു പൊളിറ്റിക്സിലേക്ക് പുതിയ തലമുറയുടെ ആളുകൾ വന്ന് ഒരു നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ വലിയ അതെ, അവർ വളരെ പെട്ടെന്ന് പിന്നോട്ട് പോകുന്നവരും അല്ലെങ്കിൽ ഇതിനകത്തൊന്നും ഞങ്ങൾ അങ്ങനെയല്ല എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒഴിഞ്ഞുമാറലിൽ നിന്ന് മാറിയിട്ട് പുതിയ തലമുറയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഗൗരിലക്ഷ്മി ഇവിടെ വന്നു. അപ്പോൾ ഗൗരിലക്ഷ്മിയുടേതായിട്ടുള്ള നിലപാടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പം എനിക്കതായി അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം വെച്ചാൽ നമുക്ക് വളരെ അഭിമാനം തോന്നും ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഓരോ കാര്യങ്ങൾ വന്നിട്ട് അത് കൃത്യമായി നിലപാടെടുത്ത് പറഞ്ഞു പോകുന്നു എന്നുള്ളത്, ഒളിച്ചിരിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക്. പക്ഷേ വേറെ കാര്യമുണ്ട് കേട്ടോ കമൽ സാറേ, ഇവർക്കൊരു ഗുണം കിട്ടിയിട്ടുള്ളത് ഇവർക്ക് നന്നായിട്ട് ഈ സിസ്റ്റത്തെ വെല്ലുവിളിക്കാം. കാരണം ഇവർക്കൊക്കെ ഇവരുടെ കയ്യിലൊരു ആയുധം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതൊരു ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു തലമുറയാണ് ആ അർത്ഥത്തിൽ. ഇപ്പം സുദീപിൻ്റെ ഒരു പാട്ട്
ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ട് അത് സ്വീകരിക്കപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ എന്തോ അതാണ് ചാരുലത. ചാരുലത അതാണ് അല്ലേ? ചാരുലത ആക്ച്വലി ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടായിരുന്നു. ആ സിനിമ പിന്നീട് ആ സിനിമക്കാര് ഈ നമ്മൾ ചെയ്ത ഈ പാട്ടും വരിയും ഈണവും ഉണ്ടല്ലോ, അത് എൻ്റെ മ്യൂസിക്കിന് ഗിറ്റാർ ചെയ്യുന്ന ഗിറ്റാറിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഈ റെഫറൻസ് ആയി കൊണ്ടുകൊടുത്ത് വേറൊരു പാട്ടാക്കി മാറ്റണം എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും അതിൽ എൻ്റെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് ആ ഗിറ്റാറിസ്റ്റ് എന്നെ വിളിച്ചത് ഇത് നിന്റെ പാട്ടാണല്ലോ, അങ്ങനെ ഞങ്ങളത് അറിയുകയും ചെയ്തിട്ടാണ് ആ സിനിമ ഇറക്കുന്നതിന് മുമ്പ് ഈ പാട്ട് ഇറക്കണമെന്ന വാശിയിലാണ് ചാരുലത ചെയ്തത്. നമുക്ക് ഇനിയിപ്പോ നിയമസഭയിലേക്കൊക്കെ പോകണം. കമൽ സാറിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മാറി മാറി ചോദിക്കുന്നതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടല്ലേ. അങ്ങേ പോലെ ഒരു അതിഥിയെ കിട്ടുമ്പോൾ കുറെ പഴയ ഇനി നമ്മൾ സംസാരിക്കുമല്ലോ. അടുത്ത വരവിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു ഗ്യാപ്പിന് ശേഷം വരവ് കൂടി വരേണ്ടി വരും. പക്ഷെ എനിക്ക് സന്തോഷമാണ്. സുദീപിന്റെ ഒരു പാട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാം. അതെ അതെ, ഒരു പാട്ട് നല്ല കമൽ സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയുമോ? സുദീപിന് പാടാൻ പറ്റുന്നതാണെങ്കിൽ, വരികൾ അറിയാവുന്നതാണെങ്കിൽ കമൽ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. അല്ല അങ്ങനെ ഞാൻ പറയാനില്ല, ഞാൻ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. അല്ല സൂഫിൻ സുജാതയിലെ പാട്ട് തന്നെ പാടി, അതല്ലേ നല്ല പാടിയ പാട്ട്. എനിക്കത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് അത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഷാനവാസ് നാരായണപ്പുഴ അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. സംഗീതം മാത്രം ആയിരുന്നു നടന്നിരുന്ന ആൾ എന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വെളിച്ചത്തിലേക്ക് എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പൊ നമ്മളോട് ഇല്ല, അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഈ പടം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ശരിയാ, പെട്ടെന്നൊരു തീർച്ചയായിട്ടും ആ പാട്ടന്നെ പാടാം. തീർച്ചയായിട്ടും. അൽഹംദുലില്ലാ ഓതുന്നു പ്രാണൻ ഈ ജന്മസൂനം നീ തന്ന ദാനം മണ്ണോടു മണ്ണായി ചേരും വരെ നിൻ സംഗീതമേ ഞാൻ ധൂമങ്ങളായേ പാറുന്നിതാ ഞാൻ ഉന്മാദമേ നീ നൂറുല്ലാ 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 ആ. താങ്ക് യു. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സമ്പന്നമായി. നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, അത് ജനങ്ങൾ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ വളരെ ഗൗരവകരമായൊരു ചർച്ചയൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാവും, കുറച്ച് സംഗീതമൊക്കെ പോയിട്ടുണ്ടാവും. നല്ല കാര്യം. പ്രേക്ഷകരെ ഇടപെടുന്നുണ്ടായിരുന്നു, ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഒരു കമന്റ് ബോക്സ് ഫുള്ളാണ്. ഇല്ല കമൽ സാർ എന്താ ഇതുവരെ സിനിമയിൽ അഭിനയിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു. അത് ശരിയാണല്ലോ, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലോ. നമുക്കറിയാവുന്ന തൊഴിൽ ഉത്തരം വളരെ ലളിതമായ ഉത്തരവാണ്. അപ്പൊ നമുക്ക് ആ സന്തോഷത്തോടെ നമുക്കിനി സഭയിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അപ്പൊ വലിയ സന്തോഷം അല്ലേ. താങ്ക് യു. സുദീപ് പുതിയ എന്തെങ്കിലും ആൽബോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഞാനിപ്പോ 3 പടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സിനിമകൾ. അപ്പൊ സിനിമയിലേക്ക് സജീവമായിട്ട് ഞാൻ ആക്ച്വലി ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പക്ഷേ ഈ സിനിമയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് സ്വസ്ഥമായിട്ടൊരു പുതിയ ആശയത്തിലേക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ എത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതിനുള്ളൊരു സമയം. ഓക്കെ, ഇത് അവസാനിപ്പിക്കാം നമ്മൾ. അപ്പം സുദീപിന്റെ ദീപയുടെ അന്വേഷണം പറയും. തീർച്ചയായിട്ടും പറയാം. നിങ്ങളെല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾ കൊണ്ടുവരുന്നു ആഗ്രഹിക്കുന്നു. ഒന്നും പറയാതെ പോരുത്. അയ്യോ ഇല്ല, അതൊരിക്കലും നിങ്ങളെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ചും കൂടി കൂടുതൽ അറിയാം. അതെ അല്ലേ. താങ്ക് യു വെരി മച്ച്. ഇടയ്ക്ക് കാണാം. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. നമ്മുടെ അതിഥികൾ മടങ്ങുകയാണ്. ഒരുപാട് സന്തോഷം കമൽ സാർ, ഒപ്പം സുദീപ് പാലനാട് ഞങ്ങൾക്കൊപ്പം അതിഥിയായി.